നമസ്തേ, പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ഞാൻ എം നിഖിൽകുമാർ. രോഹിണി, ഇന്ന് നിറയെ വാർത്തകളുള്ള ദിവസമാണ്. കുറേയധികം വാർത്തകളുണ്ട്. അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളത്തിൽ നടക്കുന്ന ക്രൈമുകൾ, അതുമായി ബന്ധപ്പെട്ട കുറേയധികം വാർത്തകളുണ്ട്. ഒപ്പം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ന് ഇന്ത്യ മത്സരിക്കാൻ ഇറങ്ങുന്നുണ്ട്. അതോടൊപ്പം രഞ്ജി ട്രോഫിയിൽ കേരളത്തെ സംബന്ധിച്ച് ഇന്ന് നിർണായകമാണ്. അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നും ഇന്ന് നിരവധി വാർത്തകളുള്ളൊരു ദിവസമാണ്. അപ്പോൾ നമുക്ക് ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. കോഴിക്കോട് താമരശ്ശേരിയിലെ ഷഹബാസിന്റെ കൊലപാതകത്തിൽ വിശദമായ മൊഴിയെടുക്കാൻ പോലീസ്. പിടിയിലായവർക്ക് പുറമെ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കും. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച പോലീസ്. വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി അഫാനെ ഇന്ന് ജയിലിലേക്ക് മാറ്റും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടെന്ന് ഡോക്ടർമാർ. മാനസിക നില പഠിച്ച് കുറ്റപത്രം തയ്യാറാക്കാൻ പോലീസ്. പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധനാ സമിതിയുടെ പേരിലും സർക്കാർ ദൂർത്ത്. സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിച്ചത് 70.60 ലക്ഷം രൂപ. പുനഃപരിശോധനാ സമിതിയുടെ റിപ്പോർട്ട് പഠിക്കാൻ വീണ്ടും സമിതിയെ നിയോഗിച്ച് സർക്കാർ. ജനം ബ്രേക്കി. സംസ്ഥാനത്ത് യുവാക്കൾക്കിടയിൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുമ്പോഴും ഉറക്കം നടിച്ച് സംസ്ഥാന സർക്കാർ. കൗമാരക്കാരും യുവാക്കളും ഉൾപ്പെട്ട കേസുകളിൽ വൻ വർധന. ഓപ്പറേഷൻ ഡി ഹണ്ട് തുടരാൻ പോലീസ്. സംസ്ഥാനത്ത് റമദാൻ വ്രതം തുടങ്ങി. ഇനി വ്രതശുദ്ധിയുടെ നാളുകൾ. പള്ളികളും വീടുകളും പ്രാർത്ഥനാ നിർഭരം. നാലാമത് പി പരമേശ്വരൻ സ്മാരക പ്രഭാഷണത്തിന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ തിരുവനന്തപുരത്ത്. ചടങ്ങ് കവടിയാർ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിൽ രാവിലെ 11-ന്. ചാമ്പ്യൻസ് ട്രോഫിയിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യ ഇന്നിറങ്ങും. ജയിക്കുന്നവർ ഗ്രൂപ്പ് ചാമ്പ്യന്മാർ. രഞ്ജി ട്രോഫിയിൽ പ്രതീക്ഷ കൈവിടാതെ കേരളം 5-ാം ദിനം കളത്തിലിറങ്ങും. നമുക്ക് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് പോകാം. നാലാമത് പരമേശ്വർജി സ്മാരക പ്രഭാഷണത്തിനായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഇന്ന് തിരുവനന്തപുരത്തെത്തും. ജനാധിപത്യം, ജനസംഖ്യ, വികസനം, ഭാരതത്തിന്റെ ഭാവി എന്ന വിഷയത്തിൽ അദ്ദേഹം പ്രഭാഷണം നടത്തും. രാവിലെ 11 മണിക്ക് തിരുവനന്തപുരം കവടിയാർ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിലാണ് ഭാരതീയ വിചാര കേന്ദ്രം പ്രഭാഷണം സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, കൂടുതൽ വിശദാംശങ്ങൾ. നാലാമത് പരമേശ്വർജി അനുസ്മരണ പ്രഭാഷണത്തിനായിട്ടാണ് ഇന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നത്. രാവിലെ 11 മണിക്ക് തിരുവനന്തപുരം കവടിയാറുള്ള ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഭാരതീയ വിചാര കേന്ദ്രമാണ് പരിപാടിയുടെ സംഘാടകർ. 11 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ വിചാര കേന്ദ്രത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള ഡയറക്ടർ ആർ സഞ്ജയൻ അധ്യക്ഷത വഹിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് രാവിലെ 11 മണി മുതൽ 2 മണി വരെ തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സമയത്ത് പല റോഡുകളിലുമൊക്കെയുള്ള നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ
ജനാധിപത്യം, ജനസംഖ്യ, വികസനം, ഭാരതത്തിന്റെ ഭാവി എന്ന വിഷയത്തിലാണ് ഈ പരമേശ്വർ അനുസ്മരണ പ്രഭാഷണ പരമ്പരയിൽ അദ്ദേഹം സംസാരിക്കുന്നത്. പി പരമേശ്വരന്റെ ഓർമ്മ പുതുക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് എല്ലാ വർഷവും ഇത്തരത്തിലുള്ള ഈ പ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ഭൗതിക ദൈഷ്ണിക മുഖമായിരുന്ന ഒരു കാലത്ത് കേരളത്തിന്റെ സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിലൊക്കെ നിർണായക സാന്നിധ്യവും ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള രാഷ്ട്രീയ ചർച്ചകളിലുമൊക്കെ ഒന്നാം സ്ഥാനക്കാരനായിരുന്നുള്ള പി പരമേശ്വരജിയുടെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരത്തിൽ ഈ സ്മാരക പ്രഭാഷണ പരമ്പര സംഘടിപ്പിക്കുന്നത്. സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ വളരെ ഉന്നതരായുള്ള വ്യക്തിത്വങ്ങളാണ് എല്ലാ വർഷവും ഈ പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. പരമേശ്വരജിയുടെ ജീവിതവും അദ്ദേഹത്തിന്റെ സംഭാവനകളും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഈ സമൂഹത്തിന് നൽകിയിട്ടുള്ള ഇടപെടലുകളും ഒക്കെ ഓർമ്മപ്പെടുത്തുന്നതാണ് എല്ലാ വർഷവും നടക്കുന്ന ഇത്തരം സ്മാരക പ്രഭാഷണ പരമ്പരകൾ എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ കാലവും നിലനിർത്തുക എന്നതുകൂടി ഇത്തരമൊരു പരിപാടിയുടെ ലക്ഷ്യമായി നമ്മൾ കാണേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് ഉപരാഷ്ട്രപതി തന്നെ നേരിട്ടെത്തുകയാണ് കേരളത്തിലേക്ക്. പി പരമേശ്വരൻ എന്ന് പറയുന്ന ആ വ്യക്തിത്വത്തിന്റെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് കൂടുതൽ ഔന്നത്യം നൽകുന്നതാണ് ഉപരാഷ്ട്രപതി നേരിട്ടെത്തി ഇത്തരമൊരു പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. രാവിലെ 11 മണിക്ക് കവടിയാർ ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിലാണ് നടക്കുന്നത് ഈ പ്രഭാഷണ പരമ്പര നടക്കുന്നത്. ഉപരാഷ്ട്രപതി ഒപ്പം തന്നെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരായ വ്യക്തിത്വങ്ങളൊക്കെ ഈ പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ പ്രസക്തിയുള്ള പ്രഭാഷണ പരമ്പരയാണ്. ജനാധിപത്യം, ജനസംഖ്യാ വികസനം, ഭാരതത്തിൻ്റെ ഭാവി എന്ന വിഷയത്തിൽ പ്രഭാഷണം സംഘടിപ്പിക്കുമ്പോൾ ഏതൊക്കെ പ്രമുഖ വ്യക്തിത്വങ്ങളാകും ഈ പ്രഭാഷണത്തിൽ എന്നേ ദിവസം കൂടിച്ചേരുക? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ഡയറക്ടറായിട്ടുള്ള സഞ്ജയനാണ് ഈ പ്രഭാഷണ പരമ്പരയുടെ അധ്യക്ഷനായി ഇതുള്ളത്. അതോടൊപ്പം തന്നെ വിവിധ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിൽ പ്രമുഖരായിട്ടുള്ള വ്യക്തികളുണ്ടാകും. സംഘപരിവാർ സംഘടനകളുടെ നേതാക്കന്മാർ ഈ പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുക്കുമെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ പുറത്തു നിന്നുള്ള, അതായത് മറ്റ് രാഷ്ട്രീയ സംവിധാനങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഇതിൻ്റെ ഭാഗമാകും. സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ കവികളായിട്ടുള്ള ആളുകൾ, എഴുത്തുകാർ, അങ്ങനെയുള്ള നിരവധി ആളുകൾ ഈ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പങ്കെടുക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അത് ഒപ്പം തന്നെ ഈ വ്യത്യസ്തങ്ങളായ കവികൾ, സാംസ്കാരിക നായകർ, എഴുത്തുകാർ, ഒപ്പം തന്നെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ബഹുമുഖ പ്രതിഭകളായിട്ടുള്ള വ്യക്തിത്വങ്ങൾ, മുൻ IAS ഉദ്യോഗസ്ഥർ, IPS ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ, അങ്ങനെ നിരവധി ആളുകൾ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് നമുക്ക് അവസാനമായി ലഭിച്ചിരിക്കുന്ന അറിയിപ്പ്. എന്തായാലും രാവിലെ 11:30-ഓടെ ഉപരാഷ്ട്രപതി അദ്ദേഹം തലസ്ഥാനത്ത് എത്തും. തുടർന്ന് 12 മണിക്ക് ഈ പ്രഭാഷണത്തിൽ അദ്ദേഹം പങ്കെടുക്കും. പിന്നീടാണ് 2 മണി വരെയാണ് അദ്ദേഹം തലസ്ഥാനത്ത് ചെലവഴിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. പിന്നീട് അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് മടങ്ങുകയും ചെയ്യും. രോഹിണി. 4ാമത് പരമേശ്വർജി സ്മാരക പ്രഭാഷണത്തിനായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഇന്ന് തിരുവനന്തപുരത്തെത്തും. ജനാധിപത്യം, ജനസംഖ്യ, വികസനം, ഭാരതത്തിന്റെ ഭാവി എന്ന വിഷയത്തിൽ അദ്ദേഹം പ്രഭാഷണം നടത്തും. രാവിലെ 11 മണിക്ക് തിരുവനന്തപുരം കവടിയാർ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിലാണ് ഭാരതീയ വിചാര കേന്ദ്രം പ്രഭാഷണം സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്. അരോണി നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ചാമ്പ്യൻസ് ട്രോഫി വാർത്തയിലേക്കൊന്ന് പോകണം. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി സെമിയിലേക്ക് കയറുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇന്ത്യ ഇറങ്ങുകയാണ്. ന്യൂസിലൻഡാണ് എതിരാളികൾ. നമുക്കത് അതുമായി ബന്ധപ്പെട്ട് ഷിൻസ് അവിടെ തയ്യാറാക്കിയ റിപ്പോർട്ട് നമുക്ക് എന്തായാലും കാണാനുണ്ട്. ചാമ്പ്യൻസ് ട്രോഫിയിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിനായി ഇന്ത്യ ഇന്നിറങ്ങും. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ന്യൂസിലൻഡാണ് എതിരാളികൾ. ഇരു ടീമുകളും സെമി ഫൈനലിൽ കടന്നിട്ടുണ്ടെങ്കിലും ഇന്നത്തെ മത്സരമായിരിക്കും ഗ്രൂപ്പ് ജേതാക്കളെ നിർണ്ണയിക്കുക. കഴിഞ്ഞ 2 മത്സരങ്ങളിലേതുപോലെ ഇന്നും ഇന്ത്യൻ ആരാധകർ ഗാലറി നീലക്കടലാക്കുമെന്നാണ് പ്രതീക്ഷ. ദുബായിൽ നിന്നും ഷെൻ സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഗുഡ് മോർണിംഗ്. ചാമ്പ്യൻസ് ട്രോഫി ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരത്തിനായി ഇന്ന് ഇന്ത്യ ഇറങ്ങുകയാണ്. ന്യൂസിലാൻഡാണ് എതിരാളികൾ. 2 മത്സരങ്ങളും കഴിഞ്ഞ കളിയിൽ 2 മത്സരങ്ങൾ ജയിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ ഇന്ന് ഇറങ്ങുന്നത്. അതേപോലെ തന്നെയാണ് ന്യൂസിലാൻഡും പാകിസ്ഥാനെതിരെയും ബംഗ്ലാദേശിനെതിരെയും വിജയം നേടിയിരുന്നു. ഇന്ത്യയും 6 വിക്കറ്റുകൾക്ക് പാകിസ്ഥാനെതിരെയും ബംഗ്ലാദേശിനെതിരെയും 6 വിക്കറ്റുകളുടെ വിജയം നേടിയാണ് ഈ ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരത്തിന് ഇറങ്ങുന്നത്. ഇരു ടീമുകളും സെമിയിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ടെങ്കിലും ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ തിരഞ്ഞെടുക്കാനുള്ള ഒരു മത്സരമാണ് ഇന്നത്തേത്. ഇന്ന് വിജയിക്കുന്ന ടീം ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകും. ഇവരാണ് ഗ്രൂപ്പ് ബിയിലെ 2ാം സ്ഥാനക്കാരുമായി മത്സരിക്കുക.
കളിക്കാരുടെ മികച്ച ഫോം ഇന്ത്യക്ക് മുൻതൂക്കം നൽകുന്നുണ്ട്. വിരാട് കോഹ്ലി അവസാന കളിയിൽ സെഞ്ചുറി അടിച്ച് ഫോമിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞു. രോഹിത് ശർമ്മയാണ് ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരയിൽ സെഞ്ചുറി അടിച്ച് ഫോമിലെത്തിയിരുന്നു. അവരെല്ലാം മികച്ച രീതിയിൽ കളിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് വിജയം സുനിശ്ചിതമാണ്. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഇന്നത്തെ മത്സരം നടക്കുന്നത്. പ്രാദേശിക സമയം 1 മണിക്ക്. ഇന്ത്യൻ ആരാധകർ ഇവിടേക്ക് ഒഴുകിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഇന്ത്യൻ ആരാധകരുടെ ഒഴുക്കായിരുന്നു ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക്. ഒരു നീലക്കടലായിരുന്നു സ്റ്റേഡിയം. 90% ഗാലറിയും ഇന്ത്യക്കാരാണ് ഇടം പിടിച്ചത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പൊതു അവധി ദിനമായതിനാൽ കൂടുതൽ കാണികൾ കളി കാണാനെത്തും. ന്യൂസിലാൻഡ് കാണികളുടെ സാന്നിധ്യം നമ്മൾ തീരെ പ്രതീക്ഷിക്കുന്നില്ല. ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ ഇന്ത്യൻ കാണികളായിരുന്നു സ്റ്റേഡിയത്തിൽ ഭൂരിഭാഗം ഉണ്ടായിരുന്നത്. നിറഞ്ഞു കവിഞ്ഞിരുന്ന നീലക്കടലായിരുന്നു സ്റ്റേഡിയം. അത് പാകിസ്ഥാനിലെ പ്രവാസികൾ ഏറെയുള്ള രാജ്യമാണ് UAE. എന്നിട്ടും ഇന്ത്യൻ ആരാധകരാണ് ഏറെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ന്യൂസിലാൻഡിനേക്കാൾ എന്തുകൊണ്ടും ന്യൂസിലാൻഡ് തുലം കുറവായിരിക്കുന്നത് ഗാലറിയിൽ നിന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. ലഹരി വിൽപ്പനക്കാരെ കുടുക്കാൻ ഓപ്പറേഷൻ ഡി ഹണ്ട് തുടരാൻ പോലീസ്. സംസ്ഥാന അതിർത്തികളിലും ട്രെയിനുകളിലും പരിശോധന നടത്തും. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക നിരീക്ഷണത്തിനും സംവിധാനമൊരുക്കും. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്, നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായി വലിയ രീതിയിലുള്ള ആക്രമണ പരമ്പരകൾ തന്നെയാണ് സംസ്ഥാനത്തുടനീളം നടക്കുന്നത്. അതിൽ ഈ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട കേസുകളിലെല്ലാം തന്നെ ലഹരി ഉപയോഗം വലിയ രീതിയിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഓപ്പറേഷൻ ഡി ഹണ്ട് തുടരാൻ പദ്ധതിയിടുന്നതായി അറിയാൻ കഴിയുന്നുണ്ട്. ഇടയ്ക്ക് ഇത് ആരംഭിച്ചെങ്കിലും ഒന്ന് തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ വ്യാപകമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് സ്കൂൾ കുട്ടികളടക്കം ഇതിൽ പ്രതികളാവുന്നുണ്ട്. പല ഈ അക്രമ സംഭവങ്ങൾ, ക്രൈമുകൾ നടക്കുമ്പോൾ അതിലും പ്രതികളായവരൊക്കെ ഈ ലഹരിക്ക് അടിമകളാണ് എന്നുള്ളൊരു വാർത്തയുടെ പുറത്തു വരുന്നത്. അത് മാത്രമല്ല, ഈ സ്കൂൾ തലത്തിൽ നടത്തുന്ന DJ പാർട്ടികളിലടക്കം ലഹരിയുടെ ഉപയോഗം കാണുന്നുണ്ട്. എന്തായാലും ഡി ഹണ്ട് പുനരാരംഭിക്കുമ്പോൾ ഏതൊക്കെ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേക നിരീക്ഷണവും സംവിധാനവും ഒരുക്കാനാണ് പോലീസ് ലക്ഷ്യമിടുന്നത്? പ്രജിത്ത്, കഴിഞ്ഞ 22-ാം തീയതി മുതൽ നടന്നു വരുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 2854 പേർ അറസ്റ്റിലായ സാഹചര്യത്തിലാണ് ഈ പരിശോധന വീണ്ടും വ്യാപിപ്പിക്കാൻ സംസ്ഥാന പോലീസിന്റെ ആന്റി നാർക്കോട്ടിക്സ് ടാസ്ക് ഫോഴ്സ് തീരുമാനമെടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് അതിർത്തി പ്രദേശങ്ങളിലേക്ക് കൂടി ഈ പരിശോധന വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. അതിർത്തി ചെക്ക് പോസ്റ്റുകളടക്കം കടന്നുവരുന്ന വാഹനങ്ങളും ആളുകളെയും ഒക്കെ പോലീസ് കൃത്യമായി പരിശോധിക്കും. അതോടൊപ്പം തന്നെ അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളടക്കമുള്ള വാഹനങ്ങളിൽ കൃത്യമായ പരിശോധന നടത്താൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ കേരളത്തിലേക്ക് വരുന്ന ട്രെയിനുകളിൽ പരിശോധനയുണ്ടാകും. ഇതിനായി റെയിൽവേ പോലീസുമായി സഹകരിച്ച പദ്ധതികൾ തയ്യാറാക്കുക എന്നുള്ളതാണ് ടാസ്ക് ഫോഴ്സിന്റെ മുമ്പിലുള്ള കടമ്പ എന്നുള്ളത്. അതിനുശേഷം റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലുമെല്ലാം RPFന്റെ സഹായത്തോടെയും റെയിൽവേ പോലീസിന്റെ സഹായത്തോടെയുമുള്ള പരിശോധനകൾ ഉണ്ടാകും. ഒപ്പം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നേരത്തെ തന്നെ ലഹരിമരുന്ന് കച്ചവടത്തിലും ഈ പറയുന്ന രീതിയിൽ ക്രിമിനൽ ആക്ടിവിറ്റീസിലും ഒക്കെ ഏർപ്പെട്ടിരുന്ന ആളുകളെ എല്ലാം നിരീക്ഷണത്തിലാക്കാനുള്ള തീരുമാനമുണ്ട്. തുടർച്ചയായി ഇത്തരം കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്ന ആളുകളെ നിരീക്ഷണത്തിൽ വെച്ച് അവർ ഈ രീതിയിൽ മയക്കുമരുന്നുകളും കഞ്ചാവും ഒക്കെ വിൽപ്പന നടത്തുന്ന സമയത്ത് അവരെ പിടികൂടുക എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു ആക്ഷൻ പ്ലാൻ. അതോടൊപ്പം സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക നിരീക്ഷണത്തിന് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സ്കൂളുകൾക്ക് സമീപമുള്ള വ്യാപാര സ്ഥാപനങ്ങളിലൂടെ ലഹരി വസ്തുക്കൾ വിൽക്കപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. ഇതിനൊപ്പം ഷാഡോ പോലീസിനെ അടക്കം വിന്യസിച്ചുകൊണ്ട് നിരീക്ഷണവും ഈ മേഖലകളിൽ ശക്തമാക്കും. ഈ നേരത്തെ തന്നെ ഇത്തരം മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെട്ടവർ, ലഹരിമരുന്ന് കച്ചവടത്തിന്റെ ഒരു ഹിസ്റ്ററിയുള്ള ആളുകൾ, അതോടൊപ്പം ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളൊക്കെ സ്കൂളുകൾക്ക് പരിസരത്ത് തമ്പടിക്കുന്നതും അതോടൊപ്പം സ്കൂൾ കുട്ടികളുമായി ഇടപഴകുന്ന സാഹചര്യമുണ്ടെങ്കിൽ ഇതറിയിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഒപ്പം അപരിചിതരായ ആളുകൾ സ്കൂൾ പരിസരങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്ന സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടാൽ ഇതും പോലീസിനെ അറിയിക്കാനുള്ള നിർദ്ദേശം അത് കൃത്യമായി താഴെത്തട്ടിലേക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ സമഗ്ര തലത്തിൽ ഒരു പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് സംസ്ഥാന പോലീസിന്റെ ആന്റി നാർക്കോട്ടിക് ടാസ്ക് ഫോഴ്സ് എന്നുള്ളത്. ഒപ്പം ഈ വിവിധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ ഈ സ്കൂളുകളുടെ സമീപത്തൊക്കെ ലഹരി വസ്തുക്കൾ വിൽക്കുന്ന ആളുകൾ എത്തുന്നു, അല്ലെങ്കിൽ കുട്ടികൾ ലഹരി വസ്തുക്കൾ വാങ്ങുന്നു എന്നുള്ളത് പരിശോധിക്കാനായി ഈ ഡ്രോൺ സംവിധാനമൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ഒരു പദ്ധതിയിലേക്ക് പോയിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തി, കൂടുതൽ ശക്തി നൽകി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള തീരുമാനമുണ്ട്. നേരത്തെ കോഴിക്കോട് നഗരത്തിലടക്കം ഇത്തരം സ്കൂളുകൾ കേന്ദ്രീകരിച്ച ഡ്രോൺ പരിശോധനയ്ക്ക് സംസ്ഥാന പോലീസും ഡാൻസാഫും ഒക്കെ തീരുമാനമെടുത്തിരുന്നു. അപ്പോൾ അത്തരം രീതികൾ കൂടുതലായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പോലീസ് കരുതുന്നത്. ഇപ്പം ഈ കോഴിക്കോട്, തിരുവനന്തപുരം തുടങ്ങിയിട്ടുള്ള ജില്ലകളിലെ മലയോര മേഖലകൾ കേന്ദ്രീകരിച്ച്, ഗ്രാമമേഖലകൾ
കേന്ദ്രീകരിച്ച് ലഹരി വസ്തുക്കൾ ഒഴുകുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോടിന്റെ ആണെങ്കിൽ താമരശ്ശേരി ഭാഗത്തൊക്കെ കൂടുതൽ ലഹരി വസ്തുക്കൾ പിടികൂടുന്ന സംഭവങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ആവർത്തിച്ച് വരുന്നു. ലഹരി കേസുകൾ കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ സ്കൂൾ കുട്ടികളെ ലക്ഷ്യമിട്ട കൂടുതൽ സ്ഥലങ്ങളിൽ ഈ ലഹരി മരുന്ന് എത്തിക്കുന്ന ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുട്ടികൾക്കിടയിൽ ലഹരി മരുന്ന് ഉപയോഗം ഒരു പ്രവണതയായി തന്നെ മാറിയിരിക്കുന്നു എന്നുള്ളൊരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഇത് സംസ്ഥാനത്തെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ പരിശോധനകളിലേക്ക് ഡി-ഹണ്ട് പോലെ സംവിധാനത്തിലേക്ക് ആന്റി നാർക്കോട്ടിക് ടാസ്ക് ഫോഴ്സ് കടന്നത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരാഴ്ച കേരളത്തിൽ നടത്തിയ പരിശോധനയിൽ പുറത്തുവന്ന കണക്കുകൾ തന്നെ ഞെട്ടിക്കുന്നതാണ്. ഏതാണ്ട് 2762 കേസുകളിലായി 1.3 കിലോ MDMA, 153 കിലോയോളം കഞ്ചാവ്, 18 ഗ്രാം ഹാഷിഷ് ഓയിൽ, ബ്രൗൺ ഷുഗർ, ഹെറോയിൻ, ലഹരി വസ്തുക്കളായി ഉപയോഗിക്കുന്ന ടാബ്ലറ്റുകൾ എന്നിവ കണ്ടെത്തുന്നു. 2854 ലഹരി മരുന്ന് കച്ചവടക്കാർ അറസ്റ്റിലാക്കുന്ന സാഹചര്യവും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത്രയധികം ആളുകൾ ലഹരി വിറ്റിരുന്നപ്പോൾ എത്രയധികം കുട്ടികളിലേക്ക് ഈ ലഹരി മരുന്ന് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന സാഹചര്യം. ഒപ്പം കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഡി-ഹണ്ട് പോലുള്ള പരിശോധനകൾ അത് തുടരേണ്ട ആവശ്യവും ഈ കണക്കുകൾ തെളിയിക്കുന്നതാണ്. കഴിഞ്ഞ കുറേ നാളുകളായി സംസ്ഥാനത്ത് ഇത്തരത്തിൽ ലഹരി മരുന്നുകൾ ഒഴുകുമ്പോഴും എക്സൈസും പോലീസും ഒക്കെ നിർവീര്യമായിരുന്നു എന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നതിന് ശേഷമാണ് കൂടുതൽ അക്രമ സംഭവങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഈ ഒരു പരിശോധനയ്ക്കും കണ്ണു തുറക്കാനും കേരള പോലീസ് തയ്യാറായത് എന്നുകൂടി ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. രോഹിണി, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടി എന്തായാലും നമുക്ക് പ്രജിത്തുന്ന വിവരങ്ങൾ തേടേണ്ടത്. അതായത് സംസ്ഥാനത്ത് യുവാക്കൾക്കിടയിൽ കുറ്റകൃത്യം വർദ്ധിക്കുമ്പോഴും ഉറക്കം നടിക്കുകയാണ് സംസ്ഥാന സർക്കാർ. പരിധിയില്ലാത്ത ലഹരിയുടെ ഒഴുക്കും ആഡംബര ജീവിതം നയിക്കാനുള്ള ശ്രമങ്ങളുമാണ് യുവാക്കളെ അക്രമത്തിലേക്ക് തിരിക്കുന്നത് എന്നാണ് നിഗമനം. 2 മാസത്തെ കണക്കുകളിൽ കൗമാരക്കാരും യുവാക്കൾ ഉൾപ്പെട്ട കേസുകൾ നിരവധിയാണ്. രോഹിണി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതായത് ഈ ലഹരി, അതുമായിട്ട് സ്കൂളിലെ ഈ ഒരു ലഹരി ഉപയോഗം, അതുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പറേഷൻ ഡി-ഹണ്ട് പുനരാരംഭിക്കുന്നു എന്ന് പറയുമ്പോഴും ഈ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അത് തടയുന്നതിന് വേണ്ടിയുള്ളൊരു സംവിധാനമില്ല. ആഭ്യന്തര വകുപ്പിനെതിരെ രൂക്ഷമായ വിമർശനം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളെ, കുറച്ച് 1-2 മാസങ്ങളായി സംസ്ഥാനത്ത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിലുള്ള അത് മാത്രമല്ല നിഖിൽ, നമുക്കറിയാം കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിൻ്റെ ഈ ലഹരി മുക്ത ബോധവൽക്കരണ പരിപാടിക്ക് അനുവദിച്ചിട്ടുള്ള തുകയിൽ നിന്ന് 50% വെട്ടിക്കുറച്ചതുപോലും. അപ്പോൾ സർക്കാർ ഉറക്കം നടിക്കുകയല്ല, ശരിയായ രീതിയിൽ യാതൊരു പ്രവർത്തനവും തന്നെ നടത്താൻ താല്പര്യവുമില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രജിത്ത് തുടരുന്നുണ്ട്. പ്രജിത്ത്, ഈ പറഞ്ഞതുപോലെ സംസ്ഥാനത്ത് ഈ അക്രമ സംഭവങ്ങൾ, യുവാക്കൾക്കിടയിലെ കുറ്റകൃത്യങ്ങൾ അത് വർദ്ധിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ അത് ഉറക്കം നടിക്കുകയാണോ? പരിധിയില്ലാത്ത ലഹരിയുടെ ഒഴുക്ക്, പ്രജിത്ത് നേരത്തെ പറഞ്ഞല്ലേ, ലഹരിയുടെ ഒഴുക്ക് അത് വളരെ വലുതാണ്. ഒപ്പം തന്നെ ഈ ആഡംബര ജീവിതം നയിക്കാനുള്ള ശ്രമം, ഇതൊക്കെ യുവാക്കളെ അക്രമത്തിലേക്ക് തിരിക്കുന്നു എന്നാണ് നിഗമനം, അല്ലേ? നിഖിൽ, അതിൽ കുറേയധികം വശങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ലഹരി മരുന്നിന്റെ വ്യാപനത്തെക്കുറിച്ച് ഇപ്പോഴല്ല നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങേണ്ടിയിരുന്നത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി, ഏകദേശം ഒരു 1-2 വർഷം മുൻപ് തന്നെ ഈ വിഷയത്തിൽ പല കേന്ദ്രങ്ങളിൽ നിന്ന് മുന്നറിയിപ്പുകൾ വന്നിരുന്നു. സംസ്ഥാനത്തിന്റെ എക്സൈസ് സംവിധാനം പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളും ഇത് സംബന്ധിച്ച നിരവധി വാർത്തകൾ നൽകിയിരുന്നു. പ്രത്യേകിച്ച് സ്പെഷ്യൽ ഡ്രൈവുകളും മറ്റുമൊക്കെ സംഘടിപ്പിക്കുമ്പോൾ പോലും ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാതെ എക്സൈസ് പോലുള്ള ഒരു സംവിധാനം പരാജയപ്പെട്ടിരിക്കുന്നു. വിവിധ തസ്തികകളിൽ ആളുകളില്ല, പരിശോധന നടത്താൻ ഉദ്യോഗസ്ഥരില്ല, വാഹനങ്ങളില്ല, ഇന്ധനമടിക്കാൻ പൈസയില്ല, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വിഷയങ്ങൾ അന്നേ നമ്മൾ ചൂണ്ടിക്കാട്ടിയതാണ്. അതിനുശേഷം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലഹരി മരുന്ന് കേസുകളുടെ വ്യാപനം ഉണ്ടാകുന്നത് കണ്ടു. കുട്ടികൾക്കിടയിൽ ലഹരി മരുന്ന് വ്യാപകമാകുന്നതായി ഉദ്യോഗസ്ഥർ തന്നെ തുടർന്നും സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പലപ്പോഴും സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ, പണ്ട് ഒരു ഉദ്യോഗസ്ഥനോട് സംസാരിച്ചതുപോലെ കോഴിക്കോട് നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്കൂളിൽ 150-ലധികം കുട്ടികൾ ഈ പറയുന്ന MDMA പോലെയുള്ള ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നു എന്നുള്ള വിവരം പോലും പോലീസിനും ഈ പറയുന്ന എക്സൈസ് സംവിധാനത്തിനുമൊക്കെ പലപ്പോഴും കിട്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഇതൊന്നും കൃത്യമായി പരിശോധിക്കാനോ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്താനോ പോലീസിനോ എക്സൈസിനോ കഴിയാത്തൊരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിന്നിരുന്നു. ഇതിന് അടിസ്ഥാനപരമായി ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ച ഫണ്ട് പോലും വെട്ടിക്കുറയ്ക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിൽ ഭരിക്കുന്നത് എന്നുള്ളതാണ്. അതും ഇത്രയധികം ക്രിട്ടിക്കലായി നിൽക്കുന്ന ഒരു സാഹചര്യമുള്ളപ്പോൾ കുട്ടികളുടെ ഇടയിലേക്ക് ലഹരി മരുന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത്ര തോതിൽ ഇത്തരത്തിലുള്ള മാരകമായ മയക്കുമരുന്നുകൾ എത്തുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ കൂടിയാണ് സംസ്ഥാന സർക്കാരും പോലീസും ഒക്കെ ഉറക്കം നടിച്ചിരുന്നു എന്നുള്ള വലിയ വിമർശനങ്ങൾ വന്നിരുന്നു. ഇപ്പോഴും ഡി-ഹണ്ട് പോലും ഈ കതിരിന്മേൽ വളം വെക്കുന്നത് പോലെയുള്ള ഒരു നടപടിയാണ് എന്നുള്ള വിമർശനങ്ങൾ പോലും പലയിടത്ത് നിന്നും ഉയരുന്നുണ്ട്. പക്ഷെ അപ്പോഴും അത്തരം പരിശോധനകൾ ഇപ്പോഴെങ്കിലും നടന്നില്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഭാവിയൊക്കെ മോശമാകുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അവരുടെയൊക്കെ ജീവിതം തന്നെ ഇല്ലാതാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നതിൽ തർക്കമില്ല. ഈ ഡി-ഹണ്ട് പോലെയുള്ള പരിശോധനകൾ കൂടുതൽ വ്യാപകമാക്കേണ്ടിയിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് പിന്നിലുള്ള ഒരു സാമൂഹിക യാഥാർത്ഥ്യം കൂടി പഠനങ്ങൾക്ക് വിധേയമാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു. അതിൽ വിദ്യാർത്ഥികളുണ്ട്,
വിദ്യാർത്ഥിനികളുണ്ട്, യുവാക്കളുണ്ട്, വീട്ടമ്മമാരുണ്ട്. അങ്ങനെ വലിയൊരു വിഭാഗം തന്നെ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ലഹരി മരുന്ന് കച്ചവടത്തിലൂടെ പണമുണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണവും ഈ യുവാക്കൾക്കിടയിലും യുവതി യുവാക്കൾക്കിടയിലും കൂടി വരുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇത്തരം ലഹരി കേസുകളിൽ, ലഹരി വിൽപ്പന കേസുകളിൽ നല്ലൊരു ശതമാനവും യുവാക്കളാണ്. വളരെ പ്രായം കുറഞ്ഞ കുട്ടികൾ വരെ ഇതിൻ്റെയൊക്കെ കാരിയേഴ്സായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. സ്കൂൾ ബാഗുകളിൽ പോലും ലഹരി മരുന്നുകൾ സ്കൂളുകളുടെ മതിലുകൾക്കുള്ളിലേക്ക് എത്തുന്നു എന്നുള്ള വളരെ അപകടം പിടിച്ച ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നു. അങ്ങനെ അതൊന്നും പരിശോധിക്കാൻ പോലും കഴിയാതെ, അന്വേഷണം നടത്താൻ കഴിയാതെ സംസ്ഥാന പോലീസും ഈ പറയുന്ന എക്സൈസ് വിഭാഗവും ഒക്കെ പരാജയപ്പെട്ടു നിൽക്കുന്ന സാഹചര്യമുണ്ട്. പിന്നീട് നമ്മൾ അതിൻ്റെ ഒരു മറ്റു വശങ്ങളിലേക്ക് കൂടെ വരുമ്പോൾ ഇതിൻ്റെ സാമ്പത്തികം വലിയൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം കുറച്ച് റിസ്ക് എടുത്താൽ കൂടുതൽ പണം ഉണ്ടാക്കാൻ കഴിയും, അതുപയോഗിച്ച് ആഡംബര ജീവിതം നയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവുമൊക്കെ ഉണ്ട് എന്നുള്ളതാണ് സ്കൂൾ കുട്ടികളെ അടക്കം ഈ പറയുന്ന പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരും ഈ മയക്കുമരുന്ന് മാഫിയയുടെ ഭാഗമാകുന്നു. തങ്ങൾക്കൊപ്പം പഠിക്കുന്നവരെ ഈ പറയുന്ന രീതിയിൽ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നതും അത് എന്തോ വലിയ കാര്യമാണ്. ഒരു നമ്മൾ സ്കൂളിലൊക്കെ പറയുന്നത് പോലെ അല്പം ഗത്തുള്ള കാര്യമാണെന്നൊക്കെ പറയുന്നത് പോലെ ഒക്കെയുള്ളൊരു പ്രചാരണമൊക്കെ നടക്കുന്നു. മയക്കുമരുന്ന് ഉപയോഗിക്കാത്തവർ, കഞ്ചാവ് വലിക്കാത്തവരൊക്കെ മോശമാണെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും നമ്മുടെ ചില സ്കൂളുകളിലൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ തന്നെ പുറത്തു വന്ന വീഡിയോ ദൃശ്യങ്ങൾ പോലും ഇതിനൊക്കെയുള്ള തെളിവാണ്, വാർത്തകൾ ഇതിനുള്ള തെളിവാണ്. സ്കൂൾ കുട്ടികൾ സംഘം ചേർന്ന് കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതിന് മറ്റു കുട്ടികളെ പ്രേരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനെല്ലാം നിലനിൽക്കുന്ന ഒരു അപകടകരമായ ഒരു സാമൂഹിക യാഥാർത്ഥ്യത്തിലേക്ക് കേരളം മാറി എന്നുള്ളത് നമ്മൾ ഇപ്പോഴും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അപകടകരമായ കാര്യം. സംസ്ഥാനത്ത് അത്രയധികം ലഹരി മരുന്ന് വ്യാപനം ഉണ്ടായിരിക്കുന്നു. അപ്പോഴും സംസ്ഥാന സർക്കാർ പൂർണ്ണമായും ഇത് നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളൊരു വിഷയവും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഇനി ഇതിൽ നിന്ന്, ഈ അപകടത്തിൽ നിന്ന് കേരളത്തിലെ യുവതി യുവാക്കളെയും നമ്മുടെ കൗമാരക്കാരെയും ഒക്കെ രക്ഷിക്കണമെങ്കിൽ സമഗ്ര തലത്തിലുള്ള സർവ്വവ്യാപിയായിട്ടുള്ള ഒരു ഇടപെടൽ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ സർക്കാർ സംവിധാനങ്ങളായ എക്സൈസും പോലീസും ശിശു വികസനക്ഷേമ വകുപ്പും അടക്കമുള്ള സംവിധാനങ്ങളെല്ലാം ഒത്തുചേർന്ന് നടപ്പിലാക്കണം എന്നുള്ളതാണ് ഏറ്റവും അടിയന്തരമായ ആവശ്യമുള്ള പ്രാധാന്യമുള്ള ഒരു വിഷയം. ശരി പ്രജിത്ത്, എന്തായാലും ഒരു വലിയ വിപത്തായി ലഹരി നമ്മുടെ സംസ്ഥാനത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തടയിട്ടേ മതിയാകുകയുള്ളൂ. അതിനായി ഭരണകൂടങ്ങളും സമൂഹവും ഉണ്ടാകുന്ന ഭവിഷ്യത്ത് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും, വളരെ വലുതായിരിക്കും. അതെ, തീർച്ചയായും. താമരശ്ശേരിയിലെ ഷെഹബാസിന്റെ മരണത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കാൻ പോലീസ്. വിഷയത്തിൽ നേരിട്ട് ഇടപെട്ട കുട്ടികൾക്ക് എതിരെയാകും കേസ്. 40-ലധികം പേരാണ് സംഘർഷത്തിൽ പങ്കെടുത്തത്. ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചു. 5 വിദ്യാർത്ഥികൾക്കെതിരെ മാത്രമാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, നമുക്കറിയാം ഈ താമരശ്ശേരിയിലെ ഷെഹബാസിന്റെ മരണത്തിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് ഈ ആക്രമണത്തിൽ പങ്കെടുത്തത്. അതിൽ ചിലർക്ക് മറ്റൊരു കാര്യം കൂടി, അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഇന്നലെ വന്ന ആ ഗ്രൂപ്പിൽ വന്ന മെസ്സേജുകൾ എടുത്തു നോക്കിയാൽ അത് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ കൂട്ടം ചേർന്ന് ആക്രമിച്ചാൽ നമുക്ക് വലിയ കേസ് ഉണ്ടാകില്ല, ആണുങ്ങളായിട്ടുള്ളവർ വന്നോളിൻ എന്നൊക്കെയുള്ള ഒരു ആഹ്വാനമാണ്. എന്തായാലും കൃത്യമായ ശാസ്ത്രീയ തെളിവുകളുണ്ട്, ഡിജിറ്റൽ തെളിവുകളുണ്ട് പോലീസിൻ്റെ കയ്യിൽ. അത് ഏകദേശം കുറച്ച് വിദ്യാർത്ഥികളാണ്, അതവർ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കെതിരെയും തന്നെ കേസെടുക്കാനുള്ള ഒരു നീക്കം പോലീസ് നടത്തുന്നുണ്ട്. ദിസ്ന, അങ്ങനെയാണെങ്കിൽ ഈ കണ്ടാൽ അറിയാവുന്നവർ, ഈ ആക്രമണത്തിൽ പങ്കാളികളായവർ, ഇവരുടെയൊക്കെ ഡീറ്റെയിൽസ് ശേഖരിക്കേണ്ടതുണ്ട്. ഇതെങ്ങനെയാണ് പോലീസ് ഇപ്പോൾ നിലവിൽ ശേഖരിക്കുന്നത്? തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് ഇതിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അവർക്കെതിരെ കേസെടുക്കുമെന്നൊരു വിവരം തന്നെയാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. പ്രധാനമായും 40-ലധികം വിദ്യാർത്ഥികളാണ് ഈ സംഘർഷത്തിൽ ഉൾപ്പെട്ടത്. ഇവരെയൊക്കെ കൂട്ടിച്ചേർത്ത് കേസെടുക്കുവാനുള്ള തീരുമാനത്തിലേക്കാണ് പോലീസ് എത്തിയിട്ടുള്ളത്. പ്രധാനമായും നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് ആ ട്യൂഷൻ സെന്ററുമായി ബന്ധപ്പെട്ട് അനുബന്ധ കടകളിലൊക്കെയുള്ള ആളുകളുടെ മൊഴിയെടുക്കും എന്നൊരു വിവരം തന്നെയാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ 5 വിദ്യാർത്ഥികൾക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഷഹബാസിനെ കൊണ്ടിറക്കിയ ആ വിദ്യാർത്ഥിയുടെ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകൾ അവർ സൂക്ഷിച്ചിട്ടുണ്ട്. പ്രധാനമായും നമുക്കറിയാൻ സാധിച്ചത് ഏറെ ദാരുണമായൊരു മരണം തന്നെയാണ് ഷഹബാസിന് ഉണ്ടായിരിക്കുന്നത്. വീട്ടിലെ മൂത്ത പുത്രനായിരുന്നു. ഷഹബാസിന് ഇളയ സഹോദരങ്ങളാണുള്ളത്. ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി ശക്തമായ ഇടപെടൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് ബാലാവകാശ കമ്മീഷൻ അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. ഷഹബാസിനെ നേരത്തെ പരിചയമുണ്ട്. ഇത്തരത്തിലൊരു മരണം വലിയൊരു വേദനയല്ലേ ഉണ്ടാക്കി? എന്താണ് നമ്മൾ കേട്ടതൊക്കെ ഇത്തരത്തിലുള്ളൊരു നടപടി വേണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? അത് ശക്തമായൊരു ഇത് കൊടുക്കണോ തന്നെ.
അവർ പറയുമ്പോൾ തന്നെ അത് ഉൾക്കൊള്ളണം. അതിനോട് അനുകൂലം. അതായത് രക്ഷിതാക്കള് വിദ്യാർത്ഥികളെ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് വിദ്യാലയങ്ങളിലേക്ക് വിടുന്നത്. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ട്. അനുഭവം ഉണ്ടാവും. അതാ ഭയങ്കര തന്നെയാണ് സംഭവം. ഒരു പഴയ പ്രതീക്ഷയായിട്ടാണല്ലോ ഇത്ര വിട്ട് വിട്ടുന്നത്. അപ്പോൾ തല തിരിഞ്ഞ രീതിയിൽ പിള്ളേർ അല്ലേ ഈ കുള്ളവും ആൾ തന്നെ കമ്പനിക്കാരുണ്ടാകുമല്ലോ. നമ്മൾ സ്കൂളിൽ കണ്ട് വിട്ട് കഴിയുമ്പോൾ ഓല് വേറെ തല്ലിപ്പൊളി പ്രവർത്തനമായിട്ട് നടന്നാൽ അതുകൊണ്ടാവും. ശക്തമായ ഒരു അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. തീർച്ചയായിട്ടും. തീർച്ചയായും ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ ഒരു അന്വേഷണം വേണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ഇനി ഒരു വിദ്യാർത്ഥികൾക്കും ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാവരുതെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 40-ലധികം വിദ്യാർത്ഥികൾ ഈ സംഘർഷത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 5 പേരെ മാത്രമല്ല, കൂടുതൽ വിദ്യാർത്ഥികളെ പ്രതി ചേർത്ത് കേസെടുക്കും എന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഡിജിറ്റൽ തെളിവുകൾ പരിശോധിക്കുന്നു. ട്യൂഷൻ സെന്ററിന്റെ അടുത്തുള്ള പ്രധാനപ്പെട്ട കടകളിലെ ആളുകളുടെ ഒക്കെ മൊഴിയെടുക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. രോഹിണി. കൃഷ്ണ, അതുമാത്രമല്ല, ഇപ്പോൾ ഈ ഷഹബാസിന്റെ മരണത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറാകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഏറെ നിർണായകം തന്നെയാണ്. കാരണം ഒരു വലിയ കൂട്ടം വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു. ഇതിൽ ബോധപൂർവം പങ്കാളികളായവരുണ്ട്. ഇത് കണ്ട് പകച്ച് അവിടെ നിന്നും ഓടി മാറിയവരുമുണ്ട്. അപ്പോൾ കൃത്യമായ ഒരു നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം പോലീസിന് ഇവരിൽ ആരൊക്കെയാണ് ആക്രമണകാരികൾ, ആരൊക്കെയാണ് ബോധപൂർവം പങ്കെടുത്തത് എന്നുള്ളതിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അതൊരു വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യം കൂടിയാകുന്നില്ലേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം? കാരണം ചെറിയ ഒരു ഭാഗത്ത് മാത്രമാണ് ഈ CCTV ദൃശ്യങ്ങൾ ഉള്ളത്. ബാക്കിയെല്ലാം പോലീസിന് കൃത്യമായ നിരീക്ഷണത്തിലൂടെയും ചോദ്യം ചെയ്യലിലൂടെയും മാത്രമേ ഈ ആക്രമണ സ്വഭാവമുള്ള കുട്ടികളെ ഇതിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഒരല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണോ പോലീസിനെ സംബന്ധിച്ചിടത്തോളം? തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായും ഈ വാട്സപ്പ് സന്ദേശങ്ങളൊക്കെ തന്നെയും തെളിവുകളായി പോലീസിന്റെ പക്കലുണ്ട് എന്നതാണ് ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായത്. അതായത് ഈ ആക്രമിച്ച വിദ്യാർത്ഥികളുടെ തന്നെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ പ്രധാനമായും കൊല്ലണമെന്ന് കരുതിയാണ് ഇത്തരത്തിലുള്ള ഒരു കൃത്യം ചെയ്തത് എന്നടക്കം ആ വോയിസ് സന്ദേശത്തിൽ ഉൾപ്പെടെ പറയുന്നുണ്ട് എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കേസിന് നിർണായകമായ ഡിജിറ്റൽ തെളിവുകൾ തന്നെയാണ്. നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ട്യൂഷൻ സെന്ററിലെ ഫെയർവെൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സംഭവം, ആ സംഭവത്തിൽ വലിയ രീതിയിൽ പിന്നീട് അത് വാഗ്വാദങ്ങളിലേക്ക് വരുന്നു. അത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നു. അതൊരു പ്രതികാരമായി അല്ലെങ്കിൽ പകയായി മാറുന്നു എന്നതാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയുവാനുള്ളത്. അതുകൊണ്ട് തന്നെ 40-ലധികം വിദ്യാർത്ഥികൾ ആ സംഘർഷത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. കുറച്ച് അധികം വിദ്യാർത്ഥികൾ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു എന്നൊരു സൂചനയും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പം അത്തരത്തിലാണെങ്കിൽ ഈ വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെയുള്ള മൊഴികൾ എടുക്കേണ്ടി വരും. മുൻകാലഘട്ടങ്ങളിൽ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യം ഷഹബാസിനോട് ഈ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരുന്നോ എന്നതും പരിശോധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള വൈരാഗ്യത്തിന്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിലൊരു മർദ്ദനം ഉണ്ടായതെന്നും പരിശോധിക്കേണ്ടതുണ്ട്. അതുപ്രകാരം പോലീസിന്റെ തീരുമാനം അനുസരിച്ച് ആ വിദ്യാലയത്തിലെ അല്ലെങ്കിൽ ആ ട്യൂഷൻ സെന്ററിലെ 40-ലധികം വിദ്യാർത്ഥികൾ സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ആ വിദ്യാർത്ഥികളെ ഒക്കെ തന്നെയും ചോദ്യം ചെയ്യണം എന്നൊരു കാര്യം തന്നെയാണ് പോലീസ് വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ കടകളിലെ, അതായത് ഈ ട്യൂഷൻ സെന്ററിനോട് ചേർന്ന് കടകളിലെ ഈ മർദ്ദനത്തിന് സാക്ഷ്യം വഹിച്ച ആളുകളുടെ ഒക്കെ തന്നെയും മൊഴി രേഖപ്പെടുത്തുവാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് പോലീസ് കടന്നിരിക്കുന്നത്. എന്തായാലും ഇന്നലെ ബാലാവകാശ കമ്മീഷൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ശക്തമായ ഒരു നടപടി തന്നെ ഉണ്ടാവും എന്ന് തന്നെയാണ് ബാലാവകാശ കമ്മീഷന് വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ നമുക്കറിയാം, കാസർഗോഡ് ജില്ലയിൽ ഉൾപ്പെടെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് ഫെയർവെൽ പാർട്ടിക്കുൾപ്പെടെ ലഹരി വിതരണം ചെയ്യുന്ന ഒരു സംഭവമൊക്കെ തന്നെയും നമ്മൾ കണ്ടിരുന്നു. അതിനെതിരെയൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് സാധാരണക്കാരായ ആളുകളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെ സമാനമായ സംഭവങ്ങളിലൊക്കെ തന്നെയും ശക്തമായ നടപടി ഉണ്ടാകും. ഇതിന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കും. ഈ അന്വേഷണ സംഘം ശാശ്വതമായ അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. അത്തരത്തിൽ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഇത്തരത്തിൽ ആക്രമണങ്ങളെ എതിർക്കാൻ അല്ലെങ്കിൽ ആഘോഷങ്ങളെ നിയന്ത്രിക്കുവാൻ വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുമെന്ന് തന്നെയാണ് ബാലാവകാശ കമ്മീഷനും വ്യക്തമാക്കിയിട്ടുള്ളത്. രോഹിണി, ഈ വിഷയത്തിൽ. ശരി ദിസ്ന, എന്തായാലും താമരശ്ശേരിയിലെ ഷഹബാസിന്റെ മരണത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കാൻ പോലീസ്
തയ്യാറാകുകയാണ്. ഇതിൽ ഇടപെട്ട കുട്ടികൾക്കെതിരെയാകും, അതായത് നേരിട്ട് ഇടപെട്ട കുട്ടികൾക്കെതിരെയാകും പോലീസ് കേസെടുക്കുക. ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. രോഹിണി, ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു റിപ്പോർട്ടിലേക്ക് കൂടി നമുക്ക് പോകേണ്ടത്. അതായത് ഒരു വീടെന്നത് ഷഹബാസിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. ആ വീട്ടിൽ നിന്ന് പഠനത്തിന് വേണ്ടി പോകണം എന്ന് വലിയൊരു സ്വപ്നം തന്നെ ഷഹബാസിനുണ്ടായിരുന്നു. മുഹമ്മദ് ഷഹബാസിൻ്റെ സ്വപ്നമായിരുന്നു പുതിയ വീട്. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി പിതാവ് പണി കഴിപ്പിച്ച വീട്ടിലിരുന്ന് സ്വസ്ഥമായി പഠിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചയാളാണ് ഷഹബാസ്. പണി പാതിയിലെത്തിയ വീടിൻ്റെ പടി കടന്ന പുസ്തക സഞ്ചിയുമായി ഇനി ഷഹബാസ് വരില്ല. അനുജന്മാരുടെ പ്രിയപ്പെട്ട ജ്യേഷ്ഠനായിരുന്നു ഷഹബാസ്. 2ാം ക്ലാസ്സിലും UKGയിലും പഠിക്കുന്ന തൊട്ടുതാഴെയുള്ളവർക്ക് സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാൽ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും ശീലമായിരുന്നു. 1 വയസ്സുള്ള കുഞ്ഞനുജന് എല്ലാമെല്ലാമായിരുന്നു ഈ 15കാരൻ. അടച്ചുറപ്പുള്ള മനോഹരമായ കുഞ്ഞു വീട് ഷഹബാസിന്റെ സ്വപ്നമായിരുന്നു. പെയിന്റിംഗ് തൊഴിലാളിയായ ഉപ്പയ്ക്കൊപ്പം തന്നാലായതുപോലെ വീടുപണിയിൽ ഒപ്പം കൂടി. വളരുമ്പോൾ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും താങ്ങാകാൻ അനുജന്മാർക്ക് ഒന്നിനും ഒരു കുറവും വരാതിരിക്കാൻ അവൻ അത്രമേൽ ആഗ്രഹിച്ചിരുന്നു. വീടിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയാറുണ്ട്. എപ്പോഴും നല്ല ഇതാണ്. പക്ഷേ പിള്ളേരെ ഭാവി എന്താണ് എന്നുള്ള ഒരു ബേജാറാണ് നമ്മളെ പിള്ളേരൊക്കെ തന്നെ. കാരണം 10ാം ക്ലാസ് പഠിക്കുന്ന പിള്ളേർ ഇപ്പോൾ ഓൾറെഡി പരീക്ഷയായി, പഠിക്കേണ്ട സമയം. ഈ പിള്ളേരൊക്കെ ഈ തലമുറ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ഒരു ബേജാറാണ് മാതാപിതാക്കൾ സത്യത്തിൽ. പാതി പണിത വീട് മുഴുമിപ്പിക്കാൻ പിതാവ് വല്ലാതെ കഷ്ടപ്പെടുന്നത് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പുതിയ വീട്ടിലിരുന്ന് പഠിച്ച് ഉയരങ്ങളിലെത്താൻ അവൻ ആഗ്രഹിച്ചത്. ഈ വീടിന്റെ ചുമരുകൾക്ക് അതുകൊണ്ട് തന്നെ അവന്റെ സ്വപ്നങ്ങളുടെ നിറമായിരുന്നു. ആ സ്വപ്നങ്ങളാണ്, ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളാണ് ചിലർ തല്ലിക്കെടുത്തിയത്. ഷഹബാസിന്റെ സ്വപ്നമായിരുന്നു ഈ വീട്. ഉപ്പയ്ക്കും ഉമ്മയ്ക്കും സഹോദരങ്ങൾക്കുമൊപ്പം ഈ വീട്ടിൽ കഴിയുന്നത് കാത്തിരിക്കുകയായിരുന്നു അവൻ. ആ സ്വപ്നങ്ങളാണ് പാതി വഴിയിൽ ഇല്ലാതായത്. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, കോഴിക്കോട്. സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായാണ് ഓരോ കുഞ്ഞിനെയും അച്ഛനമ്മമാർ വളർത്തുന്നത്. പക്ഷേ ഇങ്ങനെ പാതി വഴിയിൽ പൊലിഞ്ഞു പോകുന്ന ജീവനുകൾ, അതും ആക്രമണത്തിലൂടെയും ഇത്തരം ലഹരി ഉപയോഗത്തിലൂടെയും ഒക്കെ ആകുമ്പോൾ എന്തുമാത്രം വേദനാജനകമാണ് എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഇനി നമുക്ക് മറ്റു വാർത്തകൾ നോക്കാം. എന്തായാലും ഇന്ന് റംസാൻ വ്രതം ആരംഭിക്കുകയാണ്. ഇസ്ലാം മത വിശ്വാസികൾക്ക് ഇനിയുള്ള 30 നാൾ പുണ്യകാലം. കേരളത്തിൽ മാസപ്പിറവി ദൃശ്യമായതായി വിവിധ ഖാദിമാർ പ്രഖ്യാപിച്ചു. ഒമാൻ ഉൾപ്പെടെയുള്ള ഗൾഫ് നാടുകളിൽ റംസാൻ വ്രതം ആരംഭിച്ചു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഞായറാഴ്ചയാണ് റംസാൻ 1. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, പുണ്യമാസാരംഭം ആയി കഴിഞ്ഞു. ഇനി ഇസ്ലാം മതവിശ്വാസികൾക്ക് 30 നാൾ പുണ്യകാലമാണ്. റമദാൻ വ്രതം എത്രത്തോളം ആഘോഷമാക്കുന്നുണ്ട് കേരളം, പ്രത്യേകിച്ച് വടക്കൻ കേരളം? നിഖിൽ, നീലിമ, ഇന്നലെ ഈ ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ച് ഇനിയുള്ള 30 നാൾ അത് വ്രതാനുഷ്ഠാനത്തിന്റെയും ആചാരത്തിന്റെയും ഒക്കെ നാളുകളാണ്. അത് ഈ ഇസ്ലാം മത വിശ്വാസികൾ അതൊരു പുണ്യമാസമായി കൂടിയാണ് കാണുന്നത്. ഈ രാവിലെ ഇന്ന് കോഴിക്കോട്ടുകാരെ സംബന്ധിച്ച് ഇന്ന് പുലർച്ചെ സുബ്ഹ് ബാങ്ക് വിളി ഉയർന്നതോടുകൂടിയാണ് ഈ വിശ്വാസികൾ പള്ളിയിലേക്ക് എത്തുന്നു. പള്ളിയിൽ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അന്നപാനീയങ്ങളൊക്കെ ഒഴിവാക്കി വൈകുന്നേരം 6:30 ഈ മഗ്രിബ് ബാങ്ക് വിളിയോടുകൂടിയാണ് പിന്നീട് വ്രതം മുറിക്കുന്നത്. ഈത്തപ്പഴവും വെള്ളവും കഴിച്ചാണ് ഇത്തരത്തിൽ വ്രതം മുറിക്കുന്നത്. ഈ റംദാൻ മാസത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്നത് തന്നെ ഈ സക്കാത്ത് നൽകുക എന്നതാണ്. തങ്ങളുടെ വരുമാനത്തിന്റെ ഒരു പങ്ക് അത് ഈ റംദാൻ മാസത്തിൽ നിർധരായവർക്ക് നൽകണം എന്നാണ് ഇസ്ലാം മതം നിഷ്കർഷിക്കുന്നത്. അതനുസരിച്ച് ഈ സക്കാത്ത് നൽകുന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. കോഴിക്കോട്ടെ വിവിധ പള്ളികളിലൊക്കെ തന്നെ ഈ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. മാത്രമല്ല യാത്രക്കാർക്ക് സന്നദ്ധ സംഘടനകളൊക്കെ തന്നെയാണ് ഈ നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു കൊടുക്കുക. ഈ കോഴിക്കോട് ഇന്ന് രാവിലെ തന്നെ പള്ളിയിലൊക്കെ തന്നെ വലിയ തിരക്കാണ് ഉണ്ടായിരുന്നത്. ഈ വൈകുന്നേരവും ആ തിരക്ക് പള്ളിയിൽ ഉണ്ടാകും. നിഖിൽ, വ്രതം ആരംഭിക്കുമ്പോൾ ഇനിയുള്ള 30 നാൾ ഇസ്ലാം മതവിശ്വാസികൾക്ക്
പുണ്യകാലമാണ്. കേരളത്തിൽ മാസപ്പിറവി ദൃശ്യമായതായി വിവിധ ഖാസിമാർ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഒമാൻ ഉൾപ്പെടെയുള്ള ഗൾഫ് നാടുകളിൽ റംദാൻ വ്രതം ആരംഭിച്ചു കഴിഞ്ഞു. എന്തായാലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം ഞായറാഴ്ച, അതായത് ഇന്ന് മുതൽ തന്നെയാണ് റംസാൻ 1 ആരംഭിക്കുന്നത്. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്. 1.5 ലക്ഷം വനിതകൾ പങ്കെടുക്കുന്ന കർമ്മയോഗിനി സംഗമം ഇന്ന് നാഗർകോവിലിലെ അമൃത യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് സംഗമം നടക്കുന്നത്. മാതാ അമൃതാനന്ദമയി ദേവിയുടെ സാന്നിധ്യത്തിൽ RSS സർക്കാര്യവാഹ് ദത്താത്രേയ ഹോസബാളെ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും. കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിലിൽ 1.5 ലക്ഷം വനിതകൾ ഒത്തുചേരുന്ന കർമ്മയോഗിനി സംഗമമാണ് ഇന്ന് നടക്കുന്നത്. വൈകിട്ട് 3-ന് നാഗർകോവിലിലെ അമൃത യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് പരിപാടി. മാതാ അമൃതാനന്ദമയി ദേവിയുടെ സാന്നിധ്യത്തിൽ RSS സർക്കാര്യവാഹ് ദത്താത്രേയ ഹൊസബോള മുഖ്യപ്രഭാഷണം നടത്തും. നിഷ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ടെസി തോമസ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ലോകമാതാ അഹല്യാബായി ഹോൾക്കറുടെ 300ാം ജന്മവാർഷികത്തിന്റെയും RSS ശതാബ്ദിയുടെയും പശ്ചാത്തലത്തിൽ നടക്കുന്ന സംഗമത്തിൽ സ്ത്രീകളുടെ കൂട്ടായ സംരംഭമായ വൈഭവശ്രീയുടെ സിൽവർ ജൂബിലി ആഘോഷവും തമിഴ്നാട്ടിൽ ആരംഭിക്കുന്ന വനിതാ ശാക്തീകരണ പരിപാടികളുടെ ഉദ്ഘാടനവും നടക്കും. സംഗമത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെയും സർഗപ്രതിഭകളെയും ധീരവനിതകളെയും ആദരിച്ച് പുരസ്കാരം സമ്മാനിക്കും. ആധ്യാത്മിക രംഗത്തെ വനിതകളെ കർമ്മയോഗിനി സംഗമം പാദപൂജ ചെയ്ത് ആദരിക്കും. രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ച സ്ത്രീകളെ സംബന്ധിച്ച പുസ്തകങ്ങളും ചടങ്ങിൽ പ്രകാശനം ചെയ്യും. ദേശീയ തലത്തിൽ ശ്രദ്ധേയരായ പ്രമുഖ വനിതകളും സംഗമത്തിൽ പങ്കെടുക്കും. ജനം, തിരുവനന്തപുരം. മറ്റു വാർത്തകളിലേക്ക് പോകാം. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പറഞ്ഞതുപോലെ ഈ വന്യജീവി ആക്രമണം, അതുമായിട്ട് ബന്ധപ്പെട്ട കുറേയധികം വാർത്തകൾ, അത് ഈ വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട കുറേയധികം വാർത്തകൾ വരുന്നുണ്ട്. അത്തരത്തിലൊരു വാർത്തയാണ് മേയാൻ വിട്ട കാളയെ കാട്ടാന കുത്തിക്കുന്നു. പാലക്കാട് അട്ടപ്പാടി ആനക്കെട്ടിയൂരിലാണ് മേയാൻ വിട്ട കാളയെ കാട്ടാന കുത്തിക്കുന്നത്. കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നതായാണ് നിഗമനം. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, വിവരങ്ങൾ. ഈ അട്ടപ്പാടി ആനക്കാട്ടിയിൽ തുടർച്ചയായി ജനവാസ മേഖലയിൽ കാട്ടാന എത്തുന്നു എന്നുള്ളൊരു പരാതി നാട്ടുകാർ നേരത്തെ തന്നെ ഉന്നയിച്ചതാണ്. ഏതായാലും ഇപ്പോൾ ഈ ആനക്കട്ടിയിൽ മേയാൻ വിട്ട കാളയെ കാട്ടാന കുത്തിക്കൊന്നിരിക്കുകയാണ്. പാലൂർ സ്വദേശി ബാലന്റെ ആനയാണ്, ബാലന്റെ കാളയാണ് ആന കുത്തിക്കൊന്നത്. ആനക്കൂട്ടം ജനവാസ മേഖലയിൽ തമ്പടിച്ചിരുന്നതായിട്ടാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് പകൽ സമയത്തും അതുപോലെ തന്നെ രാത്രി സമയത്തും ഒന്നും തങ്ങൾക്ക് സ്വൈര്യ ജീവിതം നയിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. വനംവകുപ്പിനോടൊപ്പം പരാതിപ്പെടാറുണ്ട്. പക്ഷേ വനംവകുപ്പ് ചില സമയത്ത് വന്ന് നോക്കാറുണ്ട്, ചില സമയത്ത് വരാറ് പോലും ഇല്ല എന്നാണ് നാട്ടുകാർ പ്രധാനമായിട്ടും പരാതിയായി പറയുന്നത്. ശരി അരുൺ, മേയാൻ വിട്ട കാളയെ കാട്ടാന കുത്തിക്കുന്നു. പാലക്കാട് അട്ടപ്പാടി ആനക്കെട്ടിയൂരിലാണ് സംഭവം നടന്നത്. ഒപ്പം തന്നെ ജനവാസ മേഖലയിൽ കാട്ടാന കൂട്ടം തമ്പടിച്ചിരിക്കുന്നതായാണ് വിവരങ്ങളും നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ. പത്തനംതിട്ട കോന്നിയിൽ മനുഷ്യജീവൻ എടുക്കാൻ തക്കം പാർത്ത് കാട്ടുപോത്തുകൾ. നിരവധി രോഗികൾ എത്തുന്ന കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരം ഇപ്പോൾ കാട്ടുപോത്തിന്റെ വിഹാര കേന്ദ്രമാണ്. ഏത് നിമിഷവും കാട്ടുപോത്ത് ജീവൻ എടുക്കുമെന്ന ഭയത്തിലാണ് പ്രദേശവാസികൾ. നമുക്ക് റിപ്പോർട്ട് കാണാം. ഭീമാകാരനായ കാട്ടുപോത്ത്, ഏത് നിമിഷവും അക്രമാസക്തമയക്കാവുന്ന വന്യമൃഗം. ഭീതിപ്പെടുത്തുന്ന ഈ ദൃശ്യം കോന്നി മെഡിക്കൽ കോളേജ് പരിസരത്തു നിന്നും. ദിവസവും ആശുപത്രിയിലേക്ക് എത്തുന്നത് നിരവധി രോഗികൾ. വാഹനങ്ങളും ധാരാളമായി എത്തുന്നു. നിരവധി സ്ഥാപനങ്ങളും വീടുകളുമുള്ള ഈ ജനവാസ മേഖല ഇപ്പോൾ കൈയടക്കിയിരിക്കുകയാണ് കാട്ടുപോത്തുകൾ. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ വീട്ടുമുറ്റത്ത് വരെ കാട്ടുപോത്തുകൾ നിലയുറപ്പിക്കുന്നു. ഏത് നിമിഷവും ആക്രമിക്കപ്പെട്ടേക്കാമെന്ന ഭീതിയിലാണ് ആശുപത്രിയിലേക്ക് എത്തുന്നവരും പ്രദേശവാസികളും. എന്നും രാവിലെ 5:30 പോത്ത് താഴേന്ന് കയറി വരുന്ന കാണാം. ഈ റോഡേ കൂടെ മേലോട്ട് കയറി വരുന്ന കാണാം. എന്നും 5:30 5:45 ആകുമ്പം വരും. ആളുകളൊക്കെ കൂടുതൽ വരുന്ന, രോഗികളൊക്കെ വരുന്ന ഒരു സമയം കൂടെ, വാഹനങ്ങളൊക്കെ ഉള്ള വരുന്ന സമയം. അത് ആളുകൾ വരുമ്പോൾ ഇത് ഓടും. വണ്ടി വരുന്ന കാണുമ്പോൾ ഇത് ഓടിയിട്ട് അവിടെ വന്ന് അങ്ങ് നിൽക്കും. അവിടെ വന്ന് അങ്ങ് കുറേ സമയം ഇങ്ങനെ നോക്കി അങ്ങ് നിൽക്കും. നിന്നിട്ട് പിന്നെ അത് പതുക്കെ ഇറങ്ങി അങ്ങ് പോകും. പിന്നെ ഇല്ലാത്ത സമയത്തൊക്കെ ഈ വണ്ടിയിലൊക്കെ ഈ ബൈക്കിലൊക്കെ വരുമ്പോഴല്ലേ കൂടുതൽ അപകടം? അതെ, ഈ റോഡിൽ എന്നും ഉണ്ട് 5:30 മണി സമയത്താണ് തിരിച്ചു വരുന്നത്.
അതുപോലെ വൈകിട്ടാണെങ്കിൽ 7 മണിയാകുമ്പോൾ താഴോട്ട് പോകും. തീറ്റപ്പുല്ല് ധാരാളമായുള്ള പ്രദേശമാണിത്. ഇതാണ് കാട്ടുപോത്തുകൾ ഇവിടേക്ക് എത്താൻ കാരണം. കാട്ടാന, കാട്ടുപന്നി, കുരങ്ങ് തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ഭീഷണിയും വേറെ. നേരത്തെ ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ കയറി കാട്ടുപന്നി ഭീതി സൃഷ്ടിച്ചിരുന്നു. ഫെൻസിംഗ്, ഫോറസ്റ്റ് എയ്ഡ് പോസ്റ്റ് തുടങ്ങിയവ സ്ഥാപിച്ച് വന്യമൃഗശല്യത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, പത്തനംതിട്ട. പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധനാ സമിതിയുടെ പേരിലും സർക്കാർ ദൂർത്ത്. പുനഃപരിശോധനാ സമിതിയുടെ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവഴിച്ചത് 70.60 ലക്ഷം രൂപയാണ്. പുനഃപരിശോധനാ സമിതിയുടെ റിപ്പോർട്ട് പഠിക്കാൻ വീണ്ടും സമിതിയെ നിയോഗിച്ച സർക്കാരിൻ്റെ വിചിത്ര നീക്കം. ജനം ബ്രേക്കിംഗ് വാർത്തയുടെ വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ഈ പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധനാ സമിതിയുടെ പേരിലും സർക്കാർ ദൂർത്ത് തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന പേരിൽ സർക്കാർ 70 ലക്ഷത്തിന് മുകളിൽ രൂപ ഇതുവരെ ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. നിഖിൽ, 2018 നവംബർ 7-നാണ് ഈ പങ്കാളിത്ത പെൻഷൻ പദ്ധതി, സംസ്ഥാനത്ത് നിൽക്കുന്ന പങ്കാളിത്ത പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്നതിനും പുനഃപരിശോധനാ സമിതി എന്ന പേരിൽ എസ് സതീഷ് ചന്ദ്ര ബാബു കമ്മിറ്റിയെ നിയോഗിക്കുന്നത്. ചെയർമാനും 2 അംഗങ്ങളും അടങ്ങുന്നതായിരുന്നു ഈ കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ പഠനത്തിനായി 2.5 വർഷം കഴിഞ്ഞ് കമ്മിറ്റി റിപ്പോർട്ട് നൽകുമ്പോഴേക്കും 2021-ലാണ് റിപ്പോർട്ട് നൽകുന്നത്. അപ്പോഴേക്കും ഏതാണ്ട് 70,60,000 രൂപയോളം കമ്മിറ്റി ഇതിനുവേണ്ടി ചെലവഴിച്ചു എന്നുള്ളതാണ്. ഇതിൽ ചെയർമാനും മറ്റ് 2 അംഗങ്ങൾക്കും ഓണറേറിയവുമായി മാത്രം നൽകിയത് 45 ലക്ഷത്തിലധികം രൂപയാണ്. ഈ ഒരു സാഹചര്യം നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇതിലെ ഈ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിന് എന്ത് സംഭവിച്ചു എന്നുകൂടി പറയുമ്പോഴാണ് ഇതൊരു വെറും ദൂർത്ത് മാത്രമായി അവശേഷിച്ചു എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാകുന്നത്. 2021-ലാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഈ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം ഇതിന്റെ പ്രധാന കണ്ടെത്തൽ എന്ന് പറഞ്ഞാൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെറ്റോ നിയമലംഘനമോ നിലനിൽക്കുന്നില്ല. അതേസമയം സർക്കാരിന് വേണമെങ്കിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കാം എന്നുള്ളതുമായിരുന്നു എസ് സതീഷ് ചന്ദ്രബാബു കമ്മിറ്റി റിപ്പോർട്ടിൽ 2021 സമർപ്പിക്കുമ്പോൾ ചൂണ്ടിക്കാട്ടിയത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം 2016-ൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സർക്കാർ സ്വീകരിച്ചിരുന്ന നിലപാട് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുമെന്നുള്ളതായിരുന്നു. പിന്നീട് 2 വർഷം കഴിഞ്ഞാണ് ഇത്തരമൊരു കമ്മിറ്റി രൂപീകരിക്കുന്നതും ആ കമ്മിറ്റി റിപ്പോർട്ട് നൽകുന്നതും ഏതാണ്ട് 2.5 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അത്രയധികം കാലയളവ് ഇതിനിടയിൽ വന്നിട്ടുണ്ട്. ഈ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടാകട്ടെ സർക്കാർ പിന്നെയും ഒരു 2 വർഷം ഈ റിപ്പോർട്ടിന്മേൽ അടയിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒടുവിൽ ഈ സർവീസ് സംഘടനകളുടെ അടക്കം വലിയ വിമർശനങ്ങൾ വരുന്നു. ഈ ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കാത്തത് ചോദ്യം ചെയ്യുന്നു. ഒടുവിൽ അവർ കോടതിയിൽ പോയി കോടതി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെടുമ്പോൾ വീണ്ടും കോടതി രണ്ടാമത് ഈ കേസ് പരിഗണിക്കാനിരിക്കുന്നതിന്റെ തലേ ദിവസമാണ് സർക്കാർ വീണ്ടും ഒരു സമിതി, ഒരു വിചിത്ര നീക്കം എന്നേ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു പ്രത്യേക സമിതിയെ രൂപീകരിച്ച ആ സമിതി നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ആ റിപ്പോർട്ട് പഠിക്കാൻ വീണ്ടും ഒരു സമിതിയെ നിയോഗിക്കുന്നു എന്നുള്ളൊരു വിചിത്ര നടപടിയാണ് 2023-ൽ കോടതി നടപടിയെ മറികടക്കാനാണെങ്കിലും കൂടി സർക്കാർ സ്വീകരിച്ചത്. പിന്നീട് കോടതിയുടെ രൂക്ഷ വിമർശനം, സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം വന്നതോടെ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോഴും സർക്കാർ ഒരു തുടർ നടപടിയും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, സർക്കാർ നിയോഗിച്ച ഈ 2ാമത്തെ സമിതി, ധന നിയമ വകുപ്പ് മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും അടങ്ങുന്ന 2ാമത്തെ സമിതി നാളെ ഇതുവരെയായി ഒരു റിപ്പോർട്ടും ഒരു കണ്ടെത്തലും ഏതെങ്കിലും രീതിയിലുള്ള ശുപാർശകളും ഈ റിപ്പോർട്ട് സംബന്ധിച്ച് നൽകിയിട്ടില്ല. ഈ റിപ്പോർട്ടിന്മേൽ ഈ പറയുന്നതിനിടയിൽ ഈ സമിതി 2ാമത്തെ സമിതി രൂപീകരിച്ചു. അതിന്റെ ചീഫ് സെക്രട്ടറി മാറി വന്നു. ഇപ്പോൾ സർക്കാർ 2 ബജറ്റിലായി അഷ്വേർഡ് പെൻഷൻ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുമെന്നുള്ള പ്രഖ്യാപനവും വന്നു. അപ്പോഴും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം 2018 മുതൽ 2021 വരെ ഏതാണ്ട് 70,60,000 രൂപ ചെലവഴിച്ച് സർക്കാർ നിയോഗിച്ച ഒരു സമിതി പഠനം നടത്തുന്നു. ഈ പഠനം നടത്തിയ റിപ്പോർട്ട് ഇപ്പോൾ എന്ത് ചെയ്യണമെന്നും സർക്കാരിന് പോലും അറിയാത്തൊരു സാഹചര്യം. പൊടി പിടിച്ച് എവിടെയോ അവസാനിക്കുന്നു. രണ്ടാമതൊരു സമിതി രൂപീകരിക്കുന്ന വിചിത്ര നിലപാട് സ്വീകരിച്ചു. ആ സമിതിയാകട്ടെ ഒരു യോഗം പോലും ചേരാത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെ സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ച 70 ലക്ഷത്തിലധികം രൂപ 3 പേർക്കായി അവരുടെ ഓണറേറിയമായും അവരുടെ മറ്റു ചെലവുകൾക്കായും ചെലവഴിച്ച് മുടിച്ചു എന്നതിനപ്പുറത്തേക്ക് പൊതുജനത്തിനോ സർക്കാർ ജീവനക്കാർക്കോ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് ഈ 70 ലക്ഷത്തിലധികം രൂപ സർക്കാർ ദൂർത്തടിച്ചതെന്ന് പറയേണ്ടി വരുന്നു. നിഖിൽ, ശരി, പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധന സമിതിയുടെ പേരിലും സർക്കാർ ദൂർത്ത്. അതായത് രോഹിണി, സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറയുമ്പോഴും ഇങ്ങനെയുള്ള പലവിധ കാര്യങ്ങൾക്ക് വേണ്ടി ദൂർത്ത് അത് സർക്കാർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് PSCയുമായി ബന്ധപ്പെട്ട അങ്ങനെ ശമ്പള വർധന, അങ്ങനെ പല സമിതികൾ അല്ലെങ്കിൽ പല വിഭാഗങ്ങൾ, പല ബോർഡ്, കോർപ്പറേഷൻ ഇതൊക്കെയായി ബന്ധപ്പെട്ട് സർക്കാർ ഇങ്ങനെ ദൂർത്ത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ആശാവർക്കർമാരടക്കമുള്ള ആളുകൾ അവരുടെ ഓണറേറിയം അടക്കമുള്ള കാര്യത്തിന് വേണ്ടി സമരം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും പ്രജിത്ത് മോഹനൻ. മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ആശാവർക്കർമാരെ ചേർത്ത് പിടിച്ച് ആന്ധ്ര സർക്കാർ
ഗ്രാറ്റുവിറ്റി, ശമ്പളത്തോടുകൂടിയ പ്രസവാവധി, വിരമിക്കൽ പ്രായം വർദ്ധിപ്പിക്കൽ ഉൾപ്പെടെയുള്ളവയ്ക്ക് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു അംഗീകാരം നൽകി. ജനങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ആശാ വർക്കർമാർക്കെതിരെ കേരള സർക്കാർ കണ്ണിൽ ചോരയില്ലാതെ പെരുമാറുമ്പോഴാണ് ആന്ധ്ര സർക്കാർ മാതൃകയായിരിക്കുന്നത്. ജനങ്ങൾക്കും ആരോഗ്യ സംവിധാനത്തിനുമിടയിലെ സുപ്രധാന കണ്ണിയായി പ്രവർത്തിക്കുന്ന ആശാ വർക്കർമാർക്ക് ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെയുള്ളവ ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. 30 വർഷം സർവീസിലിരുന്നവർക്ക് വിരമിക്കൽ ആനുകൂല്യമായി 1.5 ലക്ഷം രൂപ ലഭിക്കും. മുഖ്യമന്ത്രിയുടെ സുപ്രധാന തീരുമാനം സംസ്ഥാനത്തെ 42,752 ആശാ വർക്കർമാർക്കാണ് ഗുണം ചെയ്യുക. ആദ്യ 2 പ്രസവങ്ങൾക്ക് 180 ദിവസത്തെ ശമ്പളത്തോടെയുള്ള പ്രസവാവധിയും ലഭിക്കും. കൂടാതെ ആശാപ്രവർത്തകരുടെ വിരമിക്കൽ പ്രായം 60-ൽ നിന്ന് 62-ആയി ഉയർത്തുകയും ചെയ്തു. ചുട്ടുപൊള്ളുന്ന ചൂടിനെ പോലും വകവയ്ക്കാതെ കേരളത്തിലെ ആശമാർ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം നടത്തുന്നതിനിടയിലാണ് ആന്ധ്ര മുഖ്യമന്ത്രിയുടെ പ്രശംസനീയമായ തീരുമാനം. സ്വന്തം ജീവന് പോലും വില കൽപ്പിക്കാതെ സമൂഹത്തിനായി പ്രവർത്തിക്കുന്ന അവരെ കണ്ടില്ലെന്ന് നടിച്ച് ഹെൽത്ത് വോളണ്ടിയർമാരെ നിയമിക്കാനുള്ള തീരുമാനം വരെ സർക്കാർ സ്വീകരിച്ച സാഹചര്യത്തിൽ കയ്യടി നേടുകയാണ് ചന്ദ്രബാബു നായിഡു സർക്കാർ. നാഷണൽ ഡെസ്ക്, ജനം. സംസ്ഥാനത്ത് ക്യാൻസർ വ്യാപനം തടയാൻ നടപടികളുമായി മഹാരാഷ്ട്ര സർക്കാർ 14 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് സൗജന്യമായി ക്യാൻസർ വാക്സിൻ ലഭ്യമാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പ്രകാശ് അംബേദ്കർ അറിയിച്ചു. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് മഹാരാഷ്ട്ര സർക്കാരിന്റെ കരുതൽ. ജീവിതശൈലിയിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് പലരും അർബുദ രോഗത്തിന്റെ പിടിയിലാകാൻ കാരണം. കുട്ടികളിൽ ഉൾപ്പെടെ ക്യാൻസർ സർവ്വസാധാരണമാകുകയാണെന്നും വ്യാപനം നിയന്ത്രിക്കാൻ കഴിയണമെന്നും ആരോഗ്യമന്ത്രി പ്രകാശ് അംബേദ്കർ പറഞ്ഞു. സ്തനാർബുദവും ഗർഭാശയ അർബുദവും വർദ്ധിക്കുന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇതിനെതിരെയാണ് സർക്കാരിന്റെ പോരാട്ടം. സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിന് പ്രത്യേക പരിഗണന നൽകുന്ന സർക്കാരാണ് മഹാരാഷ്ട്ര സർക്കാരെന്ന് ഇതിനു മുൻപും തെളിയിച്ചിട്ടുണ്ട്. 21-നും 65-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് 1,500 രൂപ വീതം പ്രതിമാസം നൽകുന്ന മാജി ലഡ്കി ബഹിൻ യോജന പദ്ധതി ജനപ്രീതി നേടി മുന്നേറുകയാണ്. നാഷണൽ ഡെസ്ക്, ജനം. നമുക്കിനിയൊരു അന്തർദേശീയ വാർത്തയിലേക്ക് പോകാം. 2ാം ഘട്ട വെടിനിർത്തലിനുള്ള US-ന്റെ പദ്ധതി അംഗീകരിച്ച ഇസ്രായേൽ. റമദാൻ, പെസഹ ആഘോഷ കാലഘട്ടത്തിൽ വെടിനിർത്തൽ സാധ്യമാക്കുമെന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. 2ാം ഘട്ട വെടിനിർത്തൽ ആരംഭിക്കുന്ന ആദ്യ ആഴ്ചയിൽ ഹമാസ് ബന്ദികളിൽ പകുതി പേരെയും മോചിപ്പിക്കും. അതേസമയം വെടിനിർത്തൽ ധാരണ ഹമാസ് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മൈസൺ ജോസ് ചേരുന്നു. മൈസൺ, ഈ 2ാം ഘട്ട വെടിനിർത്തലിനുള്ള US-ന്റെ പദ്ധതി ഇസ്രായേൽ അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ ഹമാസ് അത് അംഗീകരിക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റു വിവരങ്ങൾ? തീർച്ചയായും രോഹിണി, ഇസ്രായേൽ ഈ പദ്ധതി അംഗീകരിക്കുന്നത് അല്ലെങ്കിൽ ഈ ആശയം 2ാം ഘട്ട വെടിനിർത്തൽ നേരത്തെ നടന്ന 42 ദിവസം നീണ്ടുനിന്ന വെടിനിർത്തലിന് ശേഷം 2ാം ഘട്ട വെടിനിർത്തലിലേക്ക് കടക്കാമെന്ന നിലപാടിലേക്ക് ഇസ്രായേൽ എത്തുമ്പോൾ അത് സംബന്ധിച്ച അംഗീകാരം കഴിഞ്ഞ ദിവസം വളരെ വൈകിയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് ഇത് സംബന്ധിച്ച് അറിയിപ്പ് പുറത്തുവിടുന്നു. അതിന് മുന്നോടിയായി ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി ചർച്ചകൾ നടത്തുകയൊക്കെ ചെയ്യുന്നത്. സബത്ത് ദിനത്തിൽ അത്തരത്തിലൊരു നീക്കം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് തന്നെ ഏറെ വ്യത്യസ്തമായൊരു നീക്കമാണ്, അല്ലെങ്കിൽ കൃത്യമായൊരു നിലപാടാണ് എന്ന ഒരു നിരീക്ഷണവും അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം തന്നെ നടത്തുന്നുണ്ട്. മാധ്യമങ്ങളും അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത്തരത്തിൽ ഉത്തരവാദിത്വപൂർണ്ണമായൊരു സമീപനം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് വെടിനിർത്തലിനുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നു എന്നത് ഏറെ പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയമാണ്. ഈ വെടിനിർത്തൽ ധാരണ പ്രകാരം നമുക്കറിയാവുന്നതാണ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യ ദിവസം തന്നെ വെടിനിർത്തൽ നടപ്പിലാകുന്ന ആദ്യ ദിവസം തന്നെ നിലവിൽ ഇനി ഉള്ള ബന്ദികൾ, അതായത് മരിച്ചവരുണ്ട്, അതുപോലെ തന്നെ ജീവിച്ച 60ഓളം പേർ ഉണ്ടായിരുന്നു, അതിൽ 30 പേർ മാത്രമാണ് ജീവിച്ചിരിക്കുന്നത് എന്ന കണക്കുകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ലഭ്യമാകുകയും അവരുടെ മൃതദേഹങ്ങൾ കൈമാറുക, മരിച്ചവരാണെങ്കിൽ അവരുടെ മൃതദേഹങ്ങൾ കൈമാറുക, ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരെ തിരിച്ചയക്കുക എന്നതാണ്. 2014 മുതൽ ഇത്തരത്തിൽ പല സമയങ്ങളിലായി ബന്ദികളായവർ ഹമാസിൻ്റെ നിയന്ത്രണത്തിൽ കസ്റ്റഡിയിൽ ഗാസയിലെ പലയിടങ്ങളിലുമുണ്ട് എന്നതാണ് വസ്തുത. ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അവരെ മുഴുവൻ മോചിപ്പിക്കുന്നതിൻ്റെ ആദ്യഘട്ടമായി പകുതിയോളം പേരെ മോചിപ്പിക്കുകയും അവസാനം വെടിനിർത്തൽ ധാരണ അവസാനിക്കുന്നതോടെ മുഴുവൻ പേരുടെയും മോചനം സാധ്യമാക്കുകയും ചെയ്യുക എന്നതാണ് ഒരു നീക്കം. അതിനിടയിൽ സ്വാഭാവികമായും സൈനിക പിന്മാറ്റം ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ 2ാം ഘട്ട വെടിനിർത്തലിൽ എന്തൊക്കെയാണോ പദ്ധതി പ്ലാൻ ചെയ്തിരുന്നത് അതെല്ലാം തന്നെ ഒരുപോലെ നടത്താനുള്ളൊരു നീക്കങ്ങളും നടത്തിയിരുന്നു. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഹമാസ് ഇക്കാര്യത്തിൽ വെടിനിർത്തൽ നടപ്പാക്കുന്ന അല്ലെങ്കിൽ ശനിയാഴ്ച തോറും ബന്ദികളെ വിട്ടയക്കുന്ന അവസാന ദിവസമെല്ലാം തന്നെ ചില നിലപാടുകൾ ഹമാസിൻ്റേത് ഈ എഗ്രിമെൻറ്റിനെതിരായ നിലപാടുകളായി മാറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു സാഹചര്യത്തെ അതിശക്തമായ എതിർപ്പ് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് അമേരിക്കയുടെ ഭാഗത്തു നിന്നുമെല്ലാം തന്നെ ഉണ്ടായതോടെ അത്തരം നീക്കങ്ങളിൽ നിന്നെല്ലാം തന്നെ പിന്തിരിക്കുകയായിരുന്നു ഹമാസ്. പക്ഷേ ഇപ്പോൾ നിലവിലെ ഈ ഇസ്രായേൽ അംഗീകാരം നൽകിയിരിക്കുന്ന വെടിനിർത്തൽ ധാരണയ്ക്ക് ഹമാസിൻ്റെ ഒരു പിന്തുണ, അല്ലെങ്കിൽ ഹമാസ് അംഗീകരിക്കുന്നില്ല, അതല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊരു നിലപാട്
വളരെ കൃത്യമായി അറിയിച്ചിരുന്നു. നേരത്തെ നമുക്കറിയാവുന്നതാണ്, കെയ്റോയിൽ ഹമാസിൻ്റെ ഈ വെടിനിർത്തൽ ധാരണ സംബന്ധിച്ച ചർച്ചകൾ ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ മധ്യസ്ഥതയിൽ നടക്കുന്നുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. പക്ഷേ അത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈജിപ്തിൻ്റെ ഭാഗത്തുനിന്ന് ചർച്ചകൾ കെയ്റോയിൽ നടക്കുന്നു, ഖത്തർ അതിൽ ഇടപെടുന്നു. അതുപോലെ തന്നെ രണ്ട് വിഭാഗങ്ങളുടെയും ചർച്ചകൾ നടന്നു. അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അമേരിക്കയുടെ പ്രതിനിധി അതിൽ ഓൺലൈനായി പങ്കെടുത്തുവെന്ന സൂചനകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ദിവസം. പക്ഷേ അത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി വെടിനിർത്തലിന് തയ്യാറായ ഇസ്രായേലിൻ്റെ നിലപാടിനോട് അന്തിമമായി പ്രതികരിക്കുന്നതിനുള്ളൊരു നീക്കം ഇതുവരെ ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നത് അതീവ ഗൗരവമേറിയ ഒരു വിഷയമായി തന്നെയാണ് നിലനിൽക്കുന്നത്. ഇന്നത്തെ ദിവസം ഏറെ സുപ്രധാനമാണ്. ഇത് സംബന്ധിച്ചുള്ളൊരു തീരുമാനമെടുക്കുക എന്നതാണ് ഏറെ പ്രാധാന്യമുള്ളത്. രണ്ട് വിഭാഗങ്ങൾക്കും, ഇസ്ലാം വിഭാഗങ്ങൾക്കും അതുപോലെ തന്നെ യഹൂദ വിഭാഗത്തിനും ഏറെ ഗൗരവമേറിയ, അല്ലെങ്കിൽ അവർക്ക് ഏറെ വൈകാരികമായി ബന്ധമുള്ള റമദാൻ മാസവും അതുപോലെ തന്നെ പെസഹ വാരവും എല്ലാം തന്നെ വരുന്നു. അത്തരത്തിലുള്ള ആ സാഹചര്യത്തിൽ അത് ഏപ്രിൽ 19 പെസഹ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഈ റമദാൻ മാസം മാർച്ചിൽ അവസാനിക്കുന്നു, റമദാൻ മാസം ആരംഭിച്ചിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു വിശുദ്ധ മാസത്തിൻ്റെയും വിശുദ്ധ ആചരണങ്ങളുടെയും കാലത്ത് ഇത്തരത്തിൽ വിശുദ്ധമായ മാനുഷികമായൊരു പ്രവൃത്തി നടപ്പാക്കുക എന്നൊരു നീക്കം തന്നെയാണ് നിലവിൽ ഇസ്രായേലിനെ ആ ഒരു പ്രചോദനമാകുന്നത് എന്നത് വസ്തുതയാണെന്നിരിക്കെ ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഒരു അനുകൂല നിലപാടില്ലാതിരിക്കുന്നു എന്നത് ഏറെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഇന്നത്തെ ദിവസം ഇത് സംബന്ധിച്ച ചർച്ചകൾ തുടരുമെന്നും ഇന്നോ നാളെയോ ഇത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നും അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്കിൽ കൂടി അത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എന്ത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ രണ്ടാം ഘട്ട വെടിനിർത്തലിന് ഇസ്രായേൽ തയ്യാറായിരിക്കുന്നു. നേരത്തെ വെടിനിർത്തൽ ചർച്ചകൾ ആരംഭിക്കണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടിരുന്ന എല്ലാ ബന്ദികളുടെയും, അതായത് കരാർ പ്രകാരമുള്ള നിലവിലെ 2023 പിടികൂടിയ ബന്ദികളെ മുഴുവൻ വിട്ടയച്ചതിന് തൊട്ടു പിന്നാലെ ഇത്തരത്തിൽ എല്ലാവരുടെയും മോചനം നടന്ന സാഹചര്യത്തിൽ രണ്ടാം ഘട്ട വെടിനിർത്തലിന് തയ്യാറാകണമെന്ന വ്യവസ്ഥ ഉടൻ തന്നെ നടപ്പാക്കണമെന്നാണ് ഹമാസ് ആവശ്യപ്പെട്ടിരുന്നതെങ്കിൽ അതനുസരിച്ചാണ് ചർച്ചകൾ നടന്നിരുന്നതെങ്കിൽ ഇപ്പോൾ അത് തയ്യാറായി ഇസ്രായേൽ മുന്നോട്ട് വന്നപ്പോൾ അത് സംബന്ധിച്ച് ഒരു അംഗീകാരം നൽകുന്നതിൽ നിന്നും അവർ പിന്തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം അനുകൂലമായി ഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാമെങ്കിലും ഹമാസിൻ്റെ നിലപാട് അല്പം ഗൗരവമേറിയത് തന്നെയാണ് എന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. എന്ത് തന്നെയായാലും ഒരു ദിവസങ്ങൾക്കകം അത് സംബന്ധിച്ചൊരു തീരുമാനമുണ്ടായില്ലെങ്കിൽ കർശന നടപടിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ടെന്ന് വളരെ ലളിതമായ ഭാഷയിൽ, അല്ലെങ്കിൽ വളരെ സമചിത്തമായ ഒരു ഭാഷയിൽ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളാണ് നിലവിൽ പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്നതെന്നുകൊണ്ട് തന്നെ കാര്യമായ ഇടപെടൽ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് പശ്ചിമേഷ്യൻ വിഷയത്തിൽ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഹിണി. ശരി, ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും രണ്ടാം ഘട്ട വെടിനിർത്തലിനുള്ള യുഎസിന്റെ പദ്ധതി അംഗീകരിച്ച ഇസ്രായേൽ റമദാൻ പെസഹ ആഘോഷ കാലഘട്ടത്തിൽ വെടിനിർത്തൽ സാധ്യമാക്കും എന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. രണ്ടാം ഘട്ട വെടിനിർത്തൽ ആരംഭിക്കുന്ന ആദ്യ ആഴ്ചയിൽ തന്നെ ഹമാസ് ബന്ദികളിൽ പകുതിപ്പേരെയും മോചിപ്പിക്കും എന്നുള്ള വിശ്വാസവും അവർ വച്ചു പുലർത്തുന്നുണ്ട്. അതേസമയം വെടിനിർത്തൽ ധാരണ ഹമാസ് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. യുക്രൈൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ബ്രിട്ടന്റെ ധനസഹായം $287 കോടി വായ്പാ ധാരണ ഇന്നലെ ബ്രിട്ടനും യുക്രൈനും ഒപ്പുവെച്ചു. യുക്രൈനിലെ റഷ്യൻ ആസ്തികളിൽ നിന്നുള്ള വരുമാനം പ്രയോജനപ്പെടുത്തി തുക തിരിച്ചടയ്ക്കണം എന്നാണ് ധാരണ. ഐസൺ ചേരുന്നുണ്ട്. ഐസൺ, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. രോഹിണി, തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, റഷ്യ അതുപോലെ തന്നെ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഇത് രണ്ടും ചേർന്നതായിരുന്നു പഴയ USSR. അതുകൊണ്ട് തന്നെ ആ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ നിരവധി രാജ്യങ്ങളിൽ റഷ്യൻ അസറ്റ്സ് നിരവധിയായുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഇലൂഷൻ വിമാനങ്ങൾ ഉൾപ്പെടെ നിർമ്മിക്കുന്നത്, അതിൻ്റെ പല ഘടകങ്ങളും നിർമ്മിക്കുന്നത് യുക്രൈനിലാണ്. അത്തരത്തിൽ ഈ പഴയ USSR രാജ്യവ്യാപകമായി വലിയ നിക്ഷേപങ്ങൾ നടത്തിയിരുന്നു. അതുപോലെ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ നിരവധി നിക്ഷേപങ്ങൾ റഷ്യയുടേതായുണ്ട്. അതിനെയാണ് ഈ റഷ്യൻ അസറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള റഷ്യൻ അസറ്റിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ച് യുക്രൈൻ്റെ യുദ്ധ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന്, പ്രതിരോധ സംവിധാനം ഒരുക്കുന്നതിന് $200 കോടി ഒരു വലിയ സഹായ പദ്ധതിയാണ് ഇപ്പോൾ ബ്രിട്ടൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. G7 രാജ്യങ്ങളിലെ ചില പ്രത്യേക വായ്പാ പദ്ധതികളെല്ലാം തന്നെയുണ്ട്. ആ പദ്ധതികളിലെല്ലാം ഉൾപ്പെടുത്തി $287 കോടി ദയവായി തുടരുക. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ താമരശ്ശേരി വിദ്യാർത്ഥി സംഘർഷത്തിൽ കൊല്ലപ്പെട്ട ഷഹബാസിന്റെ വാപ്പ ഇക്ബാൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു തത്സമയം. ഇതിൽ നിന്ന് കഴിച്ചിലായി പോകുമോ എന്നുള്ളൊരു കണ്ടീഷൻ തന്നെ കേൾക്കുന്നത്. അതായത് രാഷ്ട്രീയത്തിലായി കഴിഞ്ഞാൽ സ്വാധീനമുള്ള ആളുകളാണ് എല്ലാവരും. നമ്മൾ ദുർബലരായ ആളുകൾ തന്നെയാണെന്നാണ് എല്ലാവരും പറയുന്നത്. നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവർ ഗവൺമെൻറ് ജീവനക്കാരാണ്, പോലീസിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ടീച്ചറായി ജോലി ചെയ്യുന്നവരുണ്ട്, ഒന്ന് ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള ആളുകളൊരു മകനാണ്. അങ്ങനെയൊക്കെ നമ്മൾ കൂടുതൽ അറിയുള്ള പിള്ളേർ ആരൊക്കെ കൂട്ടുകെട്ട് അതായത് ഫ്രണ്ട്സുകൾ ഉള്ളത്. അപ്പോൾ ഓരോരുത്തർ ആ കേൾക്കുന്ന കേൾവികൾ കൊണ്ട് എനിക്ക് അറിയാൻ കഴിയുന്നത് വളരെയേറെ വിഷമത്തിൽ തന്നെയാണ്. ഒരു 10-15 ദിവസം കഴിഞ്ഞ് വീണ്ടും
ആ ഒരു പശ്ചാത്തലത്തിലേക്ക് തന്നെ ഇറങ്ങി വരാനാണ് സാധ്യത. ഇതിൽ നിന്ന് ഓല് നിയമത്തിൻ്റെ ഇത് നോക്കിയിട്ട് സ്വാധീനിച്ചിട്ട് അതിൽ നിന്ന് വീണ്ടും ഓല് ഈ സ്റ്റേജിലേക്ക് തന്നെ വരാമെന്നുള്ള എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് നീതിപീഠം എത്രയാണോ ശിക്ഷ അവർക്ക് കിട്ടാൻ പറ്റുന്നത് അത് വാങ്ങിക്കൊടുക്കണം. അതായത് ഒരു സ്വാധീനത്തിൻ്റെ പേരിൽ ഇത് ആരെയും ഇതിൽ നിന്ന് ഒഴിവാക്കരുത്. നിരപരാധിയായ കുട്ടി, ഞാൻ അന്വേഷിച്ചിടത്തോളം ഒന്നിലും പെടാത്ത ഒരാൾ, കിട്ടിയ ആളെ വെച്ചിട്ട് മാരകായുധം, ഇതൊന്നും അല്ല അവരുടെ കയ്യിൽ ആയുധം ഉണ്ടായിരുന്ന പറയുന്നത് കേട്ടത്. പല ആയുധങ്ങളും അവരെ പേരൻസ് ഉപയോഗിക്കുന്ന ഇവർക്ക് കൈ കൊടുത്തു വിട്ടിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. അങ്ങനെയാണ് അറിയാൻ കഴിയുന്നത്. ഞാൻ രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം 5 മണി 6 മണിയാകുമ്പോൾ വീട്ടിലേക്ക് വരുന്നത്. ആ സമയം ഉമ്മ എവിടേക്കാണ് പോണത്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ സ്കൂളിൽ നിന്ന് അയക്കാൻ നമ്മൾക്ക് അറിയാൻ കിടത്താൻ നമ്മളെ ഭാഗത്ത് നമ്മളെ കുട്ടിയെ നമ്മൾ നോക്കുന്നത് എന്തൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷേ അതൊന്നും ഞങ്ങൾ അന്വേഷിച്ചിടത്തോളം മാഷന്മാരായും ടീച്ചർമാരായി കഴിഞ്ഞാൽ അവൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒന്നും ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒരു വിഷയം നമ്മൾ അറിഞ്ഞ്, അതായത് എല്ലാ കാര്യങ്ങളും ടീച്ചർമാരോടും ILM പഠിക്കുന്ന മാഷ് സാറ് വന്ന സമയത്ത് ഞങ്ങൾ ചോദിച്ചിരുന്നു, എന്താണ് അവൻ്റെ സ്ഥിതി, കുഴപ്പമൊന്നുമില്ല, പഠിക്കാൻ ലേശം ഒരു ഉഷാറുള്ള കുട്ടിയാണ്, ഇങ്ങനൊരു വിഷയം. എല്ലാവരും ഇവിടുന്ന് കരഞ്ഞുകൊണ്ടാണ് പോയത്. പക്ഷെ അതുകൊണ്ട് ഇത് സംഭവം എവിടെ വെച്ച് അവസാനിക്കണം. ഇത് കുട്ടികളിലേക്ക് ഇനി മറ്റൊരു കുട്ടികളിലേക്ക് ആവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് അതിന് കിട്ടുന്ന പരമാവധി ശിക്ഷ നിയമപീഠം വാങ്ങിക്കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇതിൽ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു സ്വാധീനം ചെലുത്തിയിട്ട് അതിൽ നിന്ന് ഒഴിവായി പോകാൻ പാടില്ല. എന്നാൽ നമ്മളെ സമൂഹം ഒരുപാട് നന്നാവുന്ന എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പം ലഹരി കൊണ്ട് ഒരുപാട് ആളുകൾ ഇപ്പം നമ്മൾ മീഡിയ മൊത്തം കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അത് നമ്മൾ അവസാനിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അവിടെ അവസാനിക്കും. അതല്ല ഇതിനിയും തുടർന്ന് ഓൾക്ക് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഗുരുതരാവസ്ഥയിലേക്ക് തന്നെയാണ് പോണത്. ദിവസം നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. ഇത് സാധാരണക്കാരായ ആളുകൾക്ക് ഇത് വളരെ താങ്ങാൻ പറ്റാത്തൊരവസ്ഥ. അന്നന്ന് അധ്വാനിച്ച് മക്കളെ ഏത് രീതിയിൽ പോറ്റുന്ന എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ സാഹചര്യം വളരെ വീക്കാണ്. അന്നന്ന് കിട്ടുന്ന ക്യാഷ് തികയുന്നില്ല, ചെലവിന് കാര്യങ്ങൾ, അതിൻ്റെ അസുഖങ്ങൾ വരുന്നത്. ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഗവൺമെൻറ് ജീവനക്കാരാകുമ്പോൾ അവർക്ക് ശമ്പളം വാങ്ങി അല്ലെങ്കിൽ അവർക്ക് സഹായിക്കാനുള്ള ആളുകളുണ്ട്. ഇതൊന്നും ഇല്ലാത്ത സാധാരണക്കാരായ ആളുകൾ ആരോട് പറയും, എവിടെ പോയി അന്വേഷിക്കണം, എവിടെ പോയി എന്ത് ചെയ്യണം എന്നറിയുന്നില്ല. നീതിപീഠം കൈയൊഴിയുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ ജീവിച്ചിട്ട് കാര്യമില്ല. നമ്മളും അതേപോലെ ഒരു തുണ്ട് കാറെടുത്ത് ഞാൻ അവസാനിപ്പിക്കുന്നത്. എല്ലാം സമനില തെറ്റിയിട്ടാണ് വീട്ടിൽ നിൽക്കുന്നത്. ചെറിയ കുട്ടിയുണ്ട്, അവനൊരു പ്രതീക്ഷ വീട്ടിൽ നിന്നാക്കി കഴിഞ്ഞാൽ മൂത്ത മകനാണ്, അവനവിടെ ആക്കി പോവാം എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. അതുവരെ നഷ്ടപ്പെട്ട് ഇപ്പം ഭാര്യ എവിടെ കിടക്കുന്ന സ്വയബോധമല്ലാതെ ചെറിയ കൊച്ചിനെ ഞാനെടുത്ത് പോകാൻ കഴിയുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് പോണത്. നീതിപീഠം അവർക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കും. സ്വാധീനിച്ച് അതിൽ പങ്കെടുത്ത ഈ പ്രശ്നമായിട്ട് പങ്കെടുത്ത ആളുകളിൽ ഞാൻ അറിയാൻ കഴിഞ്ഞത് രാഷ്ട്രീയത്തിൽ വളരെ പിടിപാടുള്ള ആളുകളാണ്. അവർ സ്വാധീനിച്ച് അവരെ മക്കളെ അവർ രക്ഷിച്ചു കൊണ്ടുപോകും. വീണ്ടും ഈ ഒരു സ്റ്റേജിലേക്ക് തന്നെയാണ് എത്താൻ കാണുന്നത്. പലരും അതന്നെ പറയുന്നത്. നാട്ടിലുള്ള ആളുകളായി കഴിഞ്ഞാൽ പുറത്തുനിന്ന് കഴിഞ്ഞ ദിവസവും അതായത് കഴിഞ്ഞ ആവശ്യം പ്രശ്നം ഉണ്ടാക്കി അവിടുന്ന് തന്നെ പറഞ്ഞത് എൻ്റെ കുട്ടിയാണ്, എൻ്റെ ഏട്ടൻ ജോലിയുണ്ട്, അതുകൊണ്ട് അത് പിടിപാട് കൊണ്ട് നമ്മൾ കഴിച്ചിലായി പോകുന്നോളും, കുഴപ്പമില്ല എന്നുള്ള ഒരു സംസാര രീതിയാണ് പരക്കെ അവിടെ കേൾക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അതൊന്നും നോക്കാതെ ഈ ഗവൺമെന്റിൽ ഉറച്ച വിശ്വാസവും നീതിപീഠത്തിലുള്ള ഉറച്ച വിശ്വാസവും കൊണ്ട് ഈ കുട്ടികളാണ്, അതുകൊണ്ട് ഇതിനി ആവർത്തിക്കാൻ പാടില്ല, മറ്റൊരു കുട്ടികളിലേക്ക് ഇതിന് പകരാൻ പാടില്ല. അതുകൊണ്ട് ഇതിന് കിട്ടേണ്ടതായ ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിക്കൊടുത്തിട്ട് അത് സമൂഹത്തിനൊരു പാഠമാവണം എന്നാണ്. നമ്മുടെ കുട്ടിയുടെ കൂട്ടുകാരും ഉണ്ട് അല്ലെ, അവരും കൃത്യമായ ഒരു വിവരം നമുക്ക് തന്നിട്ടുണ്ട്. അവരും പറയുന്നുണ്ട് നമ്മളിപ്പോ അവനെ പകരം അത് ആ ഒരു പ്രകൃതി ഉണ്ടാകാൻ പാടില്ല. അതായത് അവളിലേക്കും ഈ ഒരു കാഴ്ചപ്പാട് പ്രകോപനപരമായിട്ട് ഒന്നും ഇനി ഇവിടെ അതിന്മേൽ അവസാനിച്ചു. ഇനി ഞങ്ങൾ ഐക്യത്തോടുകൂടി ഒരു കുട്ടി മറ്റൊരു കുട്ടിനോട് മോശമായ രീതി സംസാരിച്ചു കഴിഞ്ഞാൽ അത് ടീച്ചേഴ്സ് ആയി കഴിഞ്ഞാലും പേരൻസ് ആയി കഴിഞ്ഞാലും അവർ തമ്മിൽ പറഞ്ഞും കാഞ്ഞ് ഒത്തുതീർത്ത ഒരു വൈരാഗ്യം, ഒരു വാശി അതില്ലാത്തൊരു സമൂഹമായി മാറണം എന്നാണ് എൻ്റെ കയ്യിൽ.
ഇവിടെ പൊതുവെ താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലം ഒരു ഗുണ്ട ഒരു ഇതിലാണ് വരുന്നത്, കൊട്ടേഷൻ സംഘം, അതിലെ മക്കളുകളാണ് ഇത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ സംഘം ചേർന്ന് പോയി മർദ്ദിക്കുക, മറ്റൊരാളെ ഭയപ്പെടുത്തുക എന്നുള്ള സംസാര ശൈലിയാണ് ഇവിടെ പൊതുവെ നടക്കുന്നത്. ലഹരി കൊണ്ട് ലേശം കൂടുതൽ ഉപയോഗമുള്ള ഒരു ഏരിയ താമരശ്ശേരി. ആര് പറഞ്ഞൊരു സമൂഹങ്ങളിൽ ഇടപെട്ടിട്ടൊന്നും ഇല്ല. അത് പുറത്തുനിന്ന് ആളുകൾ വരുന്നു, അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകൾ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത്. ക്യാഷ് കൊണ്ടായി കഴിഞ്ഞാലും അല്ലാതെ ആയിക്കഴിഞ്ഞാൽ ഒരാൾ അതിൽ പെട്ട് കഴിഞ്ഞാൽ അവരെ ഊരി കൊണ്ടുപോകാനും സ്വാധീനം ചെലുത്തി വിടാനും ആളുകൾ ഇവിടെ ഉണ്ട്. അതാണ് ഇവിടെ സമൂഹത്തിന് പറ്റിയ ഏറ്റവും വലിയ ഒരു വീഴ്ച. ഒരാളുടെ അച്ഛൻ താങ്കളെ വിളിച്ചിരുന്നു അല്ലേ? ഒരാഴ്ച എന്നെ വിളിച്ചിരുന്നു, നിന്റെ മകനാണെന്ന് അറിയില്ലായിരുന്നു, അവൻ അതിലില്ലാത്ത നിരപരാധിയായ ഒരു കുട്ടിയായിരുന്നു എന്നൊക്കെ വിളിച്ച് പറഞ്ഞു. ഇത് കഴിഞ്ഞതിന്റെ ശേഷം. പക്ഷെ ഇത് ഇങ്ങനത്തെ ഈ മാരകായുധം പിള്ളേരെ കൈ കൊടുത്ത് വിട്ടിട്ട് ഈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ആസൂത്രിതമായിട്ടാണ് ചെയ്തത്. ഇത് പേരൻസ് ദൂരെ നോക്കി നിൽക്കുകയാണ്. പുറത്തുനിന്നാരെ ഇടപെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ കയറി അറ്റാക്ക് ചെയ്യും. അവരെ ഏട്ടന്മാരായ ആളുകൾ, ഇത് ചെറിയ കൊച്ചുകുട്ടികൾ, 15 വയസ്സായ കുട്ടികളെ വലിയ ആളുകൾ കൂടി തടഞ്ഞു വെച്ച് കൊടുക്കുമ്പോൾ അവർക്ക് ഒന്നുകൂടി ആവേശം ധൈര്യം കിട്ടുക ചെയ്യുന്നത്. അതാണ് ഇവിടെ നടന്നത്. കരുതുന്നുണ്ട്, തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഫലമായി ഇവിടുന്ന് അവര് സാധാരണഗതിയിൽ സ്കൂൾ പിള്ളേർ തല്ലുകൂടി കഴിഞ്ഞാൽ അടി കിട്ടി കഴിഞ്ഞാൽ ഓടിക്കഴിച്ച്, അതല്ല, ഒരു വളഞ്ഞു വെച്ചിട്ട് ക്രൂരമായിട്ട് വിട്ടു പോകാൻ പാടില്ല, അപായപ്പെടുത്താൻ എന്നുള്ള കണ്ടീഷനിലാണ് ചെയ്തതെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. സമീപത്തുണ്ട്. കണ്ട കാഴ്ചക്കാരായത് അവർക്കും പറയാൻ പേടിയുള്ളത് കൊണ്ട് ആരും പുറത്ത് പറയുന്നില്ല. ഇവര് സംഘം ചേർന്ന് അവരെ പോയി ആക്രമിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അതായത് കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ ഇതിന്റെ പിന്നിലുണ്ട്. മക്കളെ വളർത്തിക്കൊണ്ട് അവരും അതുപോലെ ആവട്ടെ എന്നുള്ളൊരു ഇതിലാണ് ഇവിടെ നടക്കുന്നത്. അതെ അതെ അതെ, ഇതാണ് ഇവൾക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിലേ എന്തിനും വരും. എൻ്റെ മകന് ഞാൻ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവനെ ഇതിന് പോവും. അതല്ല ഞാൻ അവനെ ഉപദേശിച്ച് അല്ലെ അവനെ അടിക്കിട്ടു എന്നുള്ള ഒരു പേടി വന്നാൽ അവൻ അതിന് പോവില്ല, അത് പിന്മാറുക ചെയ്യുക. അതല്ല, അവന് ഒരു ഉത്തേജനം കൊടുക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് ഇനിയൊരു സമൂഹത്തിന് ഒരാൾക്കും ഒരു വ്യക്തിക്കും ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ട് ഇതിന് ശക്തമായിട്ട് എതിർക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ അന്വേഷിച്ചു കഴിഞ്ഞാൽ, ആരോട് അന്വേഷിച്ചു കഴിഞ്ഞാലും അറിയാം. ഗൾഫ് ജീവിതം കുറച്ച് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് അവിടെ ഒന്ന് എത്തായി. ഇവരെ പിള്ളേരെ അങ്ങനെ അവിടുന്ന് ഇട്ടച്ച് പോരേണ്ടി വന്നു. ജോലിയൊക്കെ പോയി, കൊറോണന്റെ സമയമായി, പിന്നെ പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇവരെ ആളായി, ഇവരെ പഠിപ്പിക്കണം. പിന്നെ 4 പിള്ളേരാണ്. അപ്പോൾ അവര് ഇവിടെ ആൺകുട്ടികളായതുകൊണ്ട് നമ്മൾ ഇവിടെ ഇല്ല, രക്ഷിതാവ് ഇവിടെ അല്ല, അവർക്ക് കിട്ടുന്ന കാര്യം വഴിതെറ്റി പോവും. അല്ലെങ്കിൽ അവരെ നല്ല രീതിയിലാവട്ടെ, മക്കളെ അല്ലേ, ആൺകുട്ടികളല്ലേ, വലുതാവുമ്പോൾ നമുക്കൊരു തണലായിട്ട് വരുമെന്നൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ എല്ലാം ഒരു വീട് വിൽക്കാൻ, വീടിന് ചെറിയ ലോൺ ഉണ്ടായിരുന്നു. ആ ലോണ് മറ്റൊരാളോട് കടം വാങ്ങിച്ചിട്ട് ലോണിൻ്റെത് അടച്ചു തീർത്തു, ജപ്തിക്ക് വന്നതായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഞാൻ വിൽക്കാൻ വെച്ചതാ. വീട് പണി കഴിഞ്ഞിട്ടില്ല, ഒന്നും ചെയ്യാൻ കയ്യിലൊന്നുമില്ല. വളരെ സാമ്പത്തികപരമായിട്ട് പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇപ്പൊ വാടകയ്ക്ക് താമസിക്കുകയാണ്. അവിടെ തന്നെ കഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണൊരു വളർത്ത. അതെ, അവർക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം വിദ്യാഭ്യാസമാണല്ലോ, അല്ലാതെ സാധാ തൊഴിലിന് പോയി ജീവിക്കാൻ ഇപ്പം കഴിയില്ല. എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസം കിട്ടിയിട്ട് പുറത്തോ എവിടെയാണെങ്കിലും ഒരു ജോലി ചെയ്തിട്ട്, അതല്ലേ നമ്മൾ അങ്ങനത്തെ ഒരു വേദിയിൽ ജീവിച്ച ആളല്ല. ഇവിടെ പഠിച്ചു, ആർക്കെങ്കിലും അതായത് ഒരു പെറ്റി കേസ് പോലും നമ്മൾ ഈ താമരശ്ശേരി സ്റ്റേഷനിലോ പരിധിയിലോ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. അതേപോലെ അത് കണ്ടിട്ടാണ് നമ്മളെ മക്കളും പഠിക്കുന്നത്. അതുകൊണ്ട് ഇനി ഒരു ആൾക്കും ഈ ഒരു സമൂഹത്തിനും ഇത് സംഭവിക്കാൻ പാടില്ല. ഒരു രാഷ്ട്രീയ സമ്മർദ്ദമോ ഒരാൾ സ്വാധീനമോ അതൊന്നും ഇതിൽ ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയാനുള്ളത്. ഒരു രക്ഷിതാവ് എന്ന നിലയ്ക്ക് മറ്റൊരു രക്ഷിതാവിന് ഇതുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് മറ്റുള്ള കുട്ടികളെ അവരവരെ രക്ഷിതാക്കൾ ഉപദേശിച്ചിട്ട് ഇതിൽ നിന്ന് പിന്തിരിച്ച് നല്ല രീതിയിൽ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്താഗതി. ഷെഹബാസിന്റെ പിതാവാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കുടുംബത്തിന് നീതി കിട്ടണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഒരു കൗതുകകരമായ വാർത്തയിലേക്ക് പോകാം. കോടതി മുറിയിൽ പ്രണയ ദിനാഘോഷം. തിരുവനന്തപുരത്ത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആസ്ഥാനത്താണ് സംഭവം. നേതൃത്വം നൽകി ട്രൈബ്യൂണൽ ചെയർമാനും ജഡ്ജിമാരും. പ്രണയ ദിനാഘോഷം കോടതി മുറിയിൽ ആഘോഷങ്ങൾക്കുള്ള വിലക്ക് ലംഘിച്ചാണ്
ജനം ബ്രേക്കിംഗ്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ പാടില്ല എന്നുള്ള വിലക്ക് ലംഘിച്ചാണ് കോടതി മുറിയിൽ പ്രണയദിന ആഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഉൾപ്പെട്ടവർ ആരൊക്കെയാണ്? എന്താണ് മറ്റു വിവരങ്ങൾ? ഈ കോടതി സംവിധാനത്തിന്റെ ഔന്നത്യം കാത്തുസൂക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ആഘോഷങ്ങൾക്ക് കോടതി മുറികളിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് അങ്ങനെ ഒരു കീഴ്വഴക്കമായി തന്നെ കാലങ്ങളായി തുടരുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം ആഘോഷങ്ങളോ എന്തെങ്കിലും തരത്തിൽ ചില ഉദ്യോഗസ്ഥർക്കൊക്കെ വീഴ്ചകൾ പറ്റി ഉണ്ടാകുന്ന സമയത്ത് അതിനെതിരെ വലിയ വിമർശനങ്ങളും ഉയർന്നു വരാറുണ്ട്. അപ്പോൾ ഇത്തരമൊരു വിലക്ക് നിലനിൽക്കുകയാണ് വാലന്റൈൻസ് ഡേ പോലൊരു ആഘോഷം തിരുവനന്തപുരത്ത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആസ്ഥാനത്തെ കോടതി മുറിക്കുള്ളിൽ വെച്ച് നടന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ജനം TV പുറത്തുവിടുന്നത്. സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമെന്ന നിയമവിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്ന ഒരു വിഷയത്തിനാണ് ട്രൈബ്യൂണൽ ചെയർമാൻ അടക്കമുള്ളവർ നേതൃത്വം നൽകി എന്നുള്ളതാണ് ഏറ്റവും ഗൗരവകരമായ ഒരു കാര്യം. കോടതികൾ എന്ന് പറയുന്നത് അത് കോടതി മുറികളുടെ അച്ചടക്കം, അതിൻ്റെ ഒരു ഗരിമ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിലനിർത്തുന്നതിൻ്റെ ആവശ്യങ്ങളുണ്ട്. അല്ലെങ്കിൽ കോടതി സംവിധാനത്തിൻ്റെ ഒരു മഹത്വമൊക്കെ അങ്ങനെ തുടരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരം ചില ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും വിലക്കുകളും നിയന്ത്രണങ്ങളും എല്ലാം നിലനിൽക്കുന്നത്. നമുക്ക് ഒരു കോടതി മുറിയിൽ പോയി ഉറക്കെ സംസാരിക്കാൻ പോലും കഴിയാത്ത ഒരു തരത്തിലാണ് അതിൻ്റെ ഒരു സംവിധാനം മുന്നോട്ട് പോകുന്നത്. അപ്പോഴാണ് വിലക്ക് നിലനിൽക്കുന്ന തന്നെ ഇത്തരം ഒരു ആഘോഷം, അതും വാലന്റൈൻസ് ഡേ പോലെ ഒരു ആഘോഷം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആസ്ഥാനത്ത് കോടതി മുറിക്കുള്ളിൽ നടന്നത്. ഇതിന് നേതൃത്വം നൽകിയത് ഈ ട്രൈബ്യൂണലിന്റെ ചെയർമാൻ CK അബ്ദുൾ റഹീമും ജുഡീഷ്യൽ അംഗമായിട്ടുള്ള MR ശ്രീലതയുമാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഗൗരവകരമായ കാര്യം. അതോടൊപ്പം തന്നെ PSC സ്റ്റാൻഡിംഗ് കൗൺസിൽ S രമേശൻ, സീനിയർ ഗവൺമെന്റ് പ്രീഡർ ശ്രീജ തുളസി, ഗവൺമെന്റ് പ്രീഡറായിട്ടുള്ള അജിത് മോഹൻ, KAT അഡ്വക്കേറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M ഫാത്തഹുദ്ദീൻ തുടങ്ങിയവരും പ്രണയദിനാഘോഷത്തിന്റെ ഭാഗമായി. അപ്പോൾ എന്താണ് ഇത്തരത്തിലൊരു ആഘോഷം, ഇങ്ങനെയുള്ള ആഘോഷങ്ങൾക്കൊക്കെ വിലക്ക് ഏർപ്പെടുത്തി എന്നുള്ള ഒരു സാഹചര്യം നമ്മൾ മുൻപ് പറഞ്ഞതാണ്. ഇപ്പോൾ നിയമവിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നത് പല മുതിർന്ന അഭിഭാഷകരുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ച സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് ഇത് നടക്കാൻ പാടില്ലാത്തൊരു വിഷയമാണ്. അതും വാലന്റൈൻസ് ഡേ പോലെയൊരു അത്ര പ്രാധാന്യമില്ലാത്ത, എല്ലാ സമൂഹവും ഒരുപോലെ അംഗീകരിക്കുക അല്ലെങ്കിൽ അത്തരമൊരു ആഘോഷങ്ങളെ പാടില്ല എന്നുള്ള നിയന്ത്രണം നിലനിൽക്കുമ്പോൾ വാലന്റൈൻസ് ഡേ പോലെ ഒരു ആഘോഷം അവിടെ വെച്ച് സംഘടിപ്പിച്ചത് ഒരു വീഴ്ചയായി തന്നെ നിയമവിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ ഒരു സമാനമായ ഒരു സാഹചര്യം തിരുവനന്തപുരത്ത് ഒരു കോടതി മുറിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു ആദരം അർപ്പിക്കുന്ന ഒരു ചടങ്ങ് ഒരു ചെറിയ ഇവന്റായി നടക്കുന്ന സമയത്ത് അന്ന് അഭിഭാഷകരും മുതിർന്ന ജഡ്ജിമാരും വിരമിച്ച ജഡ്ജിമാരും അടക്കമുള്ളവരൊക്കെ വലിയ വിമർശനവുമായി രംഗത്ത് വന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ഓണാഘോഷങ്ങൾ പോലും കേരളത്തിലെ എല്ലായിടത്തും എല്ലാ സർക്കാർ ഓഫീസുകളിലും ഒക്കെ നടക്കുന്ന ആഘോഷമാണെങ്കിലും അതും കോടതി മുറികളിൽ വെച്ച് നടത്താറില്ല. അതൊക്കെ കോടതി വരാന്തകളിൽ വെച്ച് നടത്തണം എന്നുള്ളതാണ് പൊതുവെ നിലനിൽക്കുന്ന ഒരു കീഴ്വഴക്കവും. ഒപ്പം 2017 കാലയളവിലൊക്കെ ഈ ഓണാഘോഷമൊക്കെ സർക്കാർ ഓഫീസുകൾക്ക് പുറത്ത് നടത്തണമെന്നുള്ള ഒരു ആവശ്യവും അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശമൊക്കെ സംസ്ഥാന സർക്കാരും നൽകിയ സാഹചര്യമൊക്കെ നമ്മൾ ഈ ഘട്ടത്തിൽ ഓർത്തെടുക്കേണ്ടതുണ്ട്. കോടതി മുറികളുടെ അത് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളുടെയൊക്കെ ഒരു പ്രാധാന്യവും അതിൻ്റെതായ ഒരു അച്ചടക്കവും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ ഇത്തരമൊരു നടപടിയിലേക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പോയ സാഹചര്യം എന്താ എന്നുള്ളത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ വിശദീകരിക്കേണ്ടതുണ്ട്. അതിന് ഈ കോടതി മുറികളുടെ ഈ പറയുന്ന രീതിയിലുള്ള നിയമപരമായിട്ടുള്ള അതിൻ്റെ ഒരു ഔന്നത്യവും അതിൻ്റെ ഒരു മഹിമയും ഒക്കെ കാത്തു സൂക്ഷിക്കേണ്ട ആളുകൾ തന്നെ അതിന് ഇത്തരമൊരു ചട്ടലംഘനത്തിന്, ഒരു കീഴ്വഴക്കത്തിന്റെ ലംഘനത്തിന് നേതൃത്വം നൽകി എന്നുള്ള ഒരു ഗൗരവകരമായ ഒരു വീഴ്ചയും ഈ ഘട്ടത്തിൽ വിമർശിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല. പക്ഷേ ജനം ടിവിയാണ് ഈ വാർത്ത പുറത്തുവിടുന്നത്, ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത്. ഈ വരും ദിവസങ്ങളിൽ എന്തായാലും കോടതി മുറികളിലെ പെരുമാറ്റച്ചട്ടങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഒരു വാർത്ത കൂടിയാണ് ഇതെന്ന് പറയേണ്ടിയിരിക്കുന്നു. രോഹിണി. ശരി പ്രജിത്ത്, എന്തായാലും ഈ കോടതി മുറിക്കുള്ളിൽ പാലിക്കേണ്ടുന്ന പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് അവിടെ ഈ പ്രണയ ദിനാഘോഷ കേക്കുമുറി നടന്നിരിക്കുന്നത്. എന്തായാലും അത് തിരുവനന്തപുരത്ത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആസ്ഥാനത്താണ് ഇത്തരമൊരു സംഭവം നടന്നിരിക്കുന്നത്. ട്രൈബ്യൂണൽ ചെയർമാനും ജഡ്ജിമാരുമാണ് സംഭവത്തിന് നേതൃത്വം നൽകിയത്. ആഘോഷങ്ങൾക്കുള്ള ഇത്തരത്തിലുള്ള ഈ പെരുമാറ്റച്ചട്ടങ്ങളുണ്ട്, അത് ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രണയ ദിനാഘോഷം കോടതി മുറിക്കുള്ളിൽ സംഘടിപ്പിച്ചത്. പ്രജിത്ത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അസ്ഥിരോഗ വിഭാഗത്തിൽ ശസ്ത്രക്രിയകൾ അടക്കം മുടങ്ങുന്നു. ഇംപ്ലാന്റ് ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയകൾ മുടങ്ങിയതോടെ നൂറുകണക്കിന് രോഗികളാണ് ദുരിതത്തിലായത്. മരുന്നുകൾ ലഭ്യമല്ലാത്ത സാഹചര്യത്തിലാണ് പ്രതിസന്ധി. വിഷയത്തിൽ അധികൃതരുടെ ഇടപെടൽ ഉണ്ടാകാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. വിദഗ്ധ ചികിത്സ തേടി മെഡിക്കൽ കോളേജിലെത്തുന്ന സാധാരണക്കാരായ രോഗികളാണ് ദുരിതത്തിലായിരിക്കുന്നത്.
അപകടത്തിൽപ്പെട്ട് ചികിത്സ തേടിയെത്തുന്നവർ പോലും മതിയായ ചികിത്സ കിട്ടാതെ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ്. എല്ലുരോഗ വിഭാഗത്തിൽ ഇംപ്ലാന്റ് ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയകൾ മുടങ്ങിയിട്ട് ദിവസങ്ങളായെങ്കിലും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. OP വിഭാഗത്തിൽ ചികിത്സ തേടിയതിനെ തുടർന്ന് 3-4 മാസം മുമ്പ് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉൾപ്പെടെ തീയതി ലഭിച്ചവർക്കും തിരിച്ചു പോകേണ്ട അവസ്ഥയാണ്. ആശുപത്രിയിൽ മരുന്നും അനുബന്ധ സംവിധാനങ്ങളും ഇല്ലാത്തതാണ് രോഗികളെ ദുരിതത്തിലേക്ക് തള്ളിവിട്ടത്. കോടികളുടെ കുടിശ്ശിക വന്നതോടെ കമ്പനികൾ വിതരണം നിർത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണം. മെഡിക്കൽ കോളേജിൽ എല്ലാ ചികിത്സകളും മുടങ്ങുകയാണ്. ക്യാൻസർ രോഗികളുടെ, ഹൃദ്രോഗികളുടെ, കിഡ്നി രോഗികളുടെ. ഇപ്പോഴിതാ സർജറിക്ക് ഡേറ്റ് കൊടുത്തിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ഓർത്തോ വാർഡിൽ കഴിയുന്ന രോഗികൾ ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് അവർ പോവുകയാണ്. സർജറി ഇല്ല, നടക്കുന്നില്ല. സർജറി മുടങ്ങിയിരിക്കുന്നു. ഇംപ്ലാന്റ് ചെയ്യേണ്ട സർജറി അടക്കം മുടങ്ങിയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ മെഡിക്കൽ കോളേജിനെ എത്തിച്ചത് എന്തിനാണ്? സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്നതിന് വേണ്ടിയാണോ? ഈ സർക്കാർ ആർക്കു വേണ്ടിയാണ് നിലകൊള്ളുന്നത്? പാവപ്പെട്ട രോഗികൾ വന്നു ചേരുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലെയുള്ള ഈ മെഡിക്കൽ കോളേജുകളെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ ശക്തികൾക്കെതിരായിട്ടുള്ള അതിശക്തമായ ജനകീയ പ്രക്ഷോഭം മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ കടന്നു വരും, ഒരു സംശയവുമില്ല. അനസ്തേഷ്യ വിഭാഗത്തിൽ നിന്ന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചവർക്ക് വരെ ചികിത്സ ലഭിക്കാത്ത അവസ്ഥയാണ്. കാസ്പ് കാരുണ്യ മുഖേന ചികിത്സ തേടിയെത്തുന്നവർക്ക് മരുന്നില്ലെന്ന സീൽ പതിച്ചു നൽകുകയാണ്. പലരും സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളെയും ആശുപത്രികളെയും ആശ്രയിക്കാൻ ഗതിയില്ലാതെ വീടുകളിലേക്ക് തന്നെ മടങ്ങുകയാണ്. ആശുപത്രി വികസന സമിതിയുടെ ന്യായവില മെഡിക്കൽ ഷോപ്പിൽ മരുന്നുകൾ ലഭ്യമല്ലാത്തതിനാൽ കൃത്യമായ ചികിത്സ രോഗികൾക്ക് ഉറപ്പാക്കാൻ കഴിയാതെ നിസ്സഹായരാണ് ഡോക്ടർമാരും. സാധാരണക്കാരായ രോഗികൾക്ക് ചികിത്സ ഉറപ്പാക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ജനം, കോഴിക്കോട്. പ്രായം ഒന്നിനും ഒരു തടസ്സമല്ലെന്ന് തെളിയിച്ചവരെ കുറിച്ചാണ് അടുത്ത ഒരു വാർത്ത. എറണാകുളം ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിച്ച വയോജന സംഗമം പ്രായത്തെ മറന്നുള്ള ആഘോഷത്തിന്റെ നിറസംഗമമായിരുന്നു. അഖിൽ പാലോട്ട് മഠം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഭയങ്കര സന്തോഷം. ഞാൻ കളിച്ചാലല്ല സന്തോഷം, ഇത്ര ആൾക്കാരുടെ മുന്നിൽ നമുക്ക് കളിക്കാൻ പറ്റണത് ഈ പ്രായത്തിൽ, അതാണ് ഏറ്റവും വലിയ സന്തോഷം. എനിക്കൊരു 20 വയസ്സ് കുറഞ്ഞ പോലെ തോന്നണം. കാരണം ആ ചെറുപ്പത്തിലേക്ക് പോയി. കാരണം ചെറുപ്പത്തിലും നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരാനോ കളിപ്പിക്കാനൊന്നും ആരുമില്ല. അപ്പം ഞാൻ രാവിലെ 5 മണിക്ക് ജോലിക്ക് പോണതാ ഫുഡ് ഉണ്ടാക്കാൻ. അത് കഴിഞ്ഞ് വന്ന് രാത്രി ഇതുപോലെ പെൻഡ്രൈവ് ഒക്കെ മേടിച്ച് പാട്ടൊക്കെ ഇതിന് എഴുതിയെടുത്തിട്ട് പരിചയമുള്ള 2-3 പിള്ളേരുണ്ട് കേട്ടോ, അവരെ കൊണ്ട് പെൻഡ്രൈവ് ശരിയാക്കിയിട്ട് ഞാൻ രാത്രി 12 മണിക്ക് പാട്ടിട്ട് ഞാൻ പഠിക്കും. ഓരോ സ്റ്റെപ്പ് പഠിച്ചിട്ട് പിന്നെ അതിൽ ആഴ്ചയിൽ 2 ദിവസം ഇവരുടെ അടുത്ത് ചെന്ന് ഇവരെ പഠിപ്പിക്കും. പ്രായം കുറഞ്ഞതിൻ്റെ സന്തോഷം, ആഗ്രഹങ്ങൾക്കൊപ്പം പറന്നുയർന്നതിൻ്റെ ആനന്ദം, പ്രായമൊന്നിനും ഒരു തടസ്സമല്ലെന്ന് തെളിയിച്ച നിമിഷം, കൂടെയുള്ളവരെ സന്തോഷിപ്പിച്ചതിൻ്റെ അഭിമാനം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആത്മാഭിമാനത്തോടെ പറയാനുണ്ട് ഈ അമ്മമാർക്ക്. ഇത് ഞങ്ങളെ കൊണ്ടു നടക്കണ 18 ആയി. അപ്പം ഞങ്ങൾ ഇങ്ങനെ നടന്ന് ഞങ്ങളുടെ ഒരു സന്തോഷമാണ് ഞങ്ങൾക്ക് ഇതിങ്ങനെയൊക്കെ. കൂടെ കളിച്ച ആരെങ്കിലും തെറ്റിച്ചോ പഠിപ്പിച്ചു കൊടുത്തത്? ഇല്ല ഇല്ല ഇല്ല. ഇനിയൊരാഗ്രഹമുള്ളത് ഇതാണ്. ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ഇത്ര ഞങ്ങൾ കളിച്ച് വിടം വരെ എത്തി. ഇനി ഞങ്ങൾക്ക് ഒരു ആഗ്രഹം, ഒരു ചാനലിൽ പിന്നെ MG ശ്രീകുമാർ പാട്ടൊക്കെ പാടുമ്പോൾ ആ പാട്ടിൻ്റെ ഒപ്പം കളിക്കും. അപ്പം അതിൻ്റെ കൂടെ കയറി ഒരു പാട്ട് പാടി MG ശ്രീകുമാറിൻ്റെ കളിക്കണമെന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട്. മോഹൻലാലിൻ്റെ പാട്ടിട്ട് തന്നല്ലേ MG ശ്രീകുമാർ പാടുമല്ല, അപ്പം ഞങ്ങൾക്ക് കളിക്കണം. യുവതലമുറയെപ്പോലും ഇളക്കിമറിച്ച അമ്മമാരുടെ നൃത്തങ്ങൾ, പറയാൻ വാക്കുകളില്ലാത്ത വൈബ്. പിന്നെ ഞങ്ങൾ എവിടെ എല്ലാം കളിച്ചു പോകാത്ത സ്ഥലമില്ല. പിന്നെ ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അയ്യോ ഞങ്ങൾ പാട്ട് കേട്ടാ കളിച്ചു. ഈ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇതുപോലെ പാട്ടും ഡാൻസും ഒന്നുമില്ല, അവർ മൊബൈലിൽ കളിയും അല്ലാതെ വലിയ അക്രമങ്ങളും ഒക്കെയാണ്. അവരിതൊക്കെ കണ്ടുപിടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഞങ്ങൾ എനിക്ക് 78 വയസ്സുണ്ട്. കന്നഡയാണ് മെയിൻ പരിപാടി.
കണ്ണാടി വള മാല എല്ലാം കളർഫുള്ളാണ്. വയോജനങ്ങൾക്കായി പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ പങ്കുവച്ചു. ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ എന്താ പറയുക ഒരു വിശ്രമകാലത്ത് ഏറ്റവും സന്തോഷകരമായി അവർ മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ ഈ പരിപാടികളെല്ലാം വെച്ചിട്ടുള്ളത്. വളരെ കളർഫുള്ളായിട്ടാണ്, എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് പ്രായം ഒരു 80-85 വയസ്സുള്ള അമ്മമാരുൾപ്പെടെ ഡാൻസ് കളിക്കുന്ന ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു ദിനമായി ഇന്ന് മാറ്റിയെടുക്കാൻ കഴിഞ്ഞതാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള സന്തോഷം. പാട്ടും ഡാൻസും കൈകൊട്ടിക്കളിയുമെല്ലാമായി അവർ ആനന്ദിക്കുകയാണ്. പ്രായം വെറും അക്ഷരങ്ങളാണെന്ന് തെളിയിച്ച നിമിഷങ്ങളാണ് കാലടി ക്യാമ്പസിൽ കണ്ടത്. ഇനിയും ഒരുപാട് യാത്ര അവർക്ക് മുന്നോട്ട് ചെയ്യാനുണ്ട്. അവർക്ക് ആ യാത്രയ്ക്ക് എല്ലാ ഭാവങ്ങളും നേരുകയാണ് ഞങ്ങളും, ഈ പുതിയ തലമുറയും. ക്യാമറമാൻ സന്തോഷ് തിരുമലയ്ക്കൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, കൊച്ചി. രോഹിണി, വളരെ മനോഹരമായ ദൃശ്യങ്ങൾ, അത് അവർ ആടിയും പാടിയും അവർ ആഘോഷിക്കുന്ന ദൃശ്യങ്ങളല്ലേ. ഇനി നമ്മൾ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടൊരു വാർത്തയിലേക്ക്, സർക്കാരിൻ്റെ അവഗണന, അതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. ഖാദി മേഖലയിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവഗണന തുടരുകയാണ്. എൻ്റെ ഗ്രാമ പദ്ധതിയിൽ സബ്സിഡി ഇനത്തിൽ മാത്രം 16 കോടിയിലധികം രൂപയാണ് കൊടുത്തു തീർക്കാനുള്ളത്. നടപ്പ് സാമ്പത്തിക വർഷം ബജറ്റിൽ വകയിരുത്തിയ 2.8 കോടി രൂപയിൽ 83 ലക്ഷം രൂപ മാത്രമാണ് ചെലവഴിച്ചതെന്നും നിയമസഭാ രേഖകൾ വ്യക്തമാക്കുന്നു. ജനം ബ്രേക്കിംഗ് വാർത്തയുടെ വിവരങ്ങളുമായി പ്രജിത്ത് മോഹൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ഖാദി മേഖലയോടും സർക്കാർ കടുത്ത അവഗണന അത് കാണിക്കുകയാണ്. എൻ്റെ ഗ്രാമ പദ്ധതിയിൽ സബ്സിഡി ഇനത്തിൽ മാത്രം 16 കോടിയിലധികം രൂപയാണ് കൊടുത്തു തീർക്കാനുള്ളത്. കൂടുതൽ വിവരങ്ങൾ. സംസ്ഥാന ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ കീഴിൽ ഒരു ഗ്രാമത്തിൽ, ഒരു വില്ലേജിൽ ഒരു ഗ്രാമ വ്യവസായം എന്ന ഒരു പദ്ധതി എന്ന നിലയിലായിരുന്നു ഈ പദ്ധതി നടപ്പിലാക്കാൻ എൻ്റെ ഗ്രാമം സ്വയം തൊഴിൽ പ്രത്യേക തൊഴിൽദാന പദ്ധതി ആരംഭിച്ചത്. വ്യക്തികൾ, സഹകരണ സംഘങ്ങൾ, സ്വയം സഹായ സംഘങ്ങൾ, ധർമ്മസ്ഥാപനങ്ങൾ തുടങ്ങിയ ആളുകൾക്ക് വായ്പയും സബ്സിഡിയും നൽകി ഈ പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത്. എന്നാൽ സർക്കാർ അവഗണന മൂലം ഇപ്പോൾ എൻ്റെ ഗ്രാമം പദ്ധതി ഏതാണ്ട് പൂർണ്ണമായും നിലച്ച ഒരു അവസ്ഥയിലാണുള്ളത്. സബ്സിഡി തുകയും ബജറ്റ് വിഹിതവും ഒക്കെ വകയിരുത്തുന്നതിലും അത് നൽകുന്നതിലും സർക്കാർ കാണിക്കുന്ന വലിയ അനാസ്ഥയും അവഗണനയുമാണ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഗുണകരമാകേണ്ട ഒരു പദ്ധതി അത് ഏതാണ്ട് ഇല്ലാതാകുന്ന അവസ്ഥയിലെത്തിയത്. ഇപ്പോൾ സർക്കാർ തന്നെ നിയമസഭയിൽ നൽകിയിട്ടുള്ള മറുപടിയുടെ രേഖകളാണ് ജനം TV പുറത്തുവിടുന്നത്. അതായത് സർക്കാരിന്റെ തന്നെ അവഗണന എത്രത്തോളം ഈ പദ്ധതിയെ ബാധിച്ചു എന്നത് വ്യക്തമാക്കുന്നതാണ് ഈ തെളിവുകളെല്ലാം. ഇപ്പോൾ സബ്സിഡി ഇനത്തിൽ വരികയാണെങ്കിൽ 2024 ഡിസംബർ 31 വരെയുള്ള കണക്കുകൾ മാത്രം എടുത്താൽ ഏതാണ്ട് 16,43,68,656 രൂപയാണ് ഈ ഇനത്തിൽ മാത്രം സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യാനുള്ളത്. ഇതോടൊപ്പമാണ് ബജറ്റ് വിഹിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെലവഴിക്കലിലും വലിയ വീഴ്ച സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയണം. കാരണം 2024-25 ബജറ്റിൽ 2.8 കോടി രൂപയാണ് ഈ എൻ്റെ ഗ്രാമം സ്വയം തൊഴിൽദാന പദ്ധതിയുമായി ബന്ധപ്പെട്ട സർക്കാർ വകയിരുത്തിയത് എന്നുള്ളതാണ്. എന്നാൽ ഈ ബജറ്റിൽ ഇത്രയധികം തുക വകയിരുത്തിയപ്പോഴും സർക്കാർ ആകെ ചെലവഴിച്ചത് എന്ന് പറയുന്നത് 83,66,453 രൂപ മാത്രമെന്നും നിയമസഭാ രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ സബ്സിഡി തുകകൾ ചെലവഴിക്കുന്നതിന്റെ കണക്കുകളുമായി ബന്ധപ്പെട്ട് ജില്ലാ തലത്തിലുള്ള കണക്കുകൾ നോക്കിയാൽ കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും അധികം സബ്സിഡി തുക കുടിശ്ശികയായി ഇപ്പോഴും ബാക്കിയുള്ളത്. 5,48,00,000 രൂപയാണ് ആ ജില്ലയിൽ മാത്രം സർക്കാർ നൽകാനുള്ളത്. തൊട്ടടുത്തുള്ള കാസർഗോഡ് 4 കോടിയിലധികവും വയനാട്ടിൽ 1.5 കോടിയിലധികം രൂപയും കുടിശ്ശികയായി നിലനിൽക്കുന്നുണ്ട്. ഒരു പദ്ധതി ഒരു ഗ്രാമങ്ങളെ കേന്ദ്രീകരിച്ച് ഗ്രാമ വ്യവസായങ്ങൾ രൂപീകരിക്കുന്നതിന് കൊണ്ടുവന്ന ഒരു പദ്ധതി 5 ലക്ഷം രൂപ വരെയുള്ള പ്രോജക്ട് ലിമിറ്റ് ഒക്കെ വെച്ചിട്ട് ഓരോ ലക്ഷം രൂപയ്ക്കും ഓരോ ആളുകൾക്ക് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്ന മാതൃകാപരമായ ഒരു പദ്ധതി അത് പൂർണ്ണമായും അവഗണിച്ച് ഇല്ലാതാക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. ഗ്രാമീണ വ്യവസായങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുമെന്നും തൊഴിലാളി സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അത് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഒരു സർക്കാരാണ് ഈ രീതിയിൽ ഇത്രയധികം ആളുകൾക്ക് ഗുണകരമാകേണ്ട ഒരു പ്രദേശത്തെ ആകെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയോട് അവഗണന കാണിക്കുന്നത്, അത് ഏതാണ്ട് ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. നിഖിൽ. ശരി പ്രജിത്ത്, ഖാദി മേഖലയിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവഗണന അത് തുടരുകയാണ്. എൻ്റെ ഗ്രാമ പദ്ധതിയിൽ സബ്സിഡി ഇനത്തിൽ മാത്രം 16 കോടിയിലധികം രൂപയാണ് കൊടുത്തു തീർക്കാനുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും പ്രജിത്ത് മോഹനൻ.
1971 ബംഗ്ലാദേശ് യുദ്ധത്തിൽ ഭാരതത്തിന്റെ സംഭാവനകൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കി മുഹമ്മദ് യൂനിസ് ഭരണകൂടം. ഈ അധ്യയന വർഷത്തിൽ പുസ്തകങ്ങളിൽ ഇന്ത്യൻ സൈന്യം ബംഗ്ലാദേശ് മോചനത്തിനായി നടത്തിയ യുദ്ധത്തെപ്പറ്റി പരാമർശിക്കുന്നില്ല. പാഠപുസ്തകങ്ങളിൽ നിന്ന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ചിത്രവും ഒഴിവാക്കി. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, 1971 ബംഗ്ലാദേശ് യുദ്ധത്തിൽ ഭാരതത്തിന്റെ സംഭാവനകൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് മുഹമ്മദ് യൂനിസ് ഭരണകൂടം. നമുക്കറിയാം, നേരത്തെയും ഇത്തരത്തിലുള്ള പല പ്രവൃത്തികളും നടന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ യുദ്ധത്തിൽ ബംഗ്ലാദേശിന്റെ മോചനത്തിനായി ഏതൊക്കെ രീതിയിലുള്ള ഇടപെടലുകൾ ഭാരതം നടത്തിയോ അതെല്ലാം പാടെ ഉപേക്ഷിക്കുന്ന തരത്തിലും ബോധപൂർവമായി അതിൽ നിന്ന് നീക്കം ചെയ്യുന്ന തരത്തിലേക്കുമുള്ള നീക്കങ്ങളിലേക്കല്ലേ കടന്നിരിക്കുന്നത്? രോഹിണി, അതുതന്നെയാണ്. വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങളാണ് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിൽ ഈ മുഹമ്മദ് യൂനിസിൻ്റെ ഇടക്കാല ഭരണകൂടം വന്നതിന് ശേഷം ഇത്തരം പ്രവർത്തികൾ തുടർച്ചയായി നടക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും തീക്ഷണമായ നിലയിലുള്ള ഒന്നാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് ഈ പുതിയ അധ്യയന വർഷത്തിൽ ഹയർ സെക്കൻഡറിയും അതോടൊപ്പം തന്നെ സെക്കൻഡറി, പ്രൈമറി ലെവലിലുള്ള സ്കൂളുകളിൽ കുട്ടികൾ പഠിക്കുന്ന മുഴുവൻ പാഠപുസ്തകങ്ങൾ, പ്രത്യേകിച്ച് ചരിത്ര പുസ്തകങ്ങൾ മുഴുവൻ തിരുത്തി എഴുതുക എന്ന അജണ്ടയാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും മുഹമ്മദ് യൂനിസും എല്ലാം ചേർന്നുകൊണ്ട് ബംഗ്ലാദേശിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനായി ഒരു 57 അംഗ കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. പ്രൈമറി ലെവലിലും സെക്കൻഡറി ലെവലിലും ഹയർ സെക്കൻഡറി ലെവലിലെയും പുസ്തകങ്ങൾ, ചരിത്ര പുസ്തകങ്ങൾ പ്രത്യേകിച്ച് തിരുത്തുന്നതിന് വേണ്ടിയാണ് ഈ കമ്മിറ്റിയെ നിയോഗിച്ചത്. ഈ കമ്മിറ്റി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് 1971 ബംഗ്ലാദേശ് എന്ന രാഷ്ട്രം രൂപപ്പെടുത്താൻ വേണ്ടി നടന്ന ആ യുദ്ധത്തിന്റെ ചരിത്രം മുഴുവൻ മാറ്റി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ആ യുദ്ധത്തിൽ ഭാരതത്തിന്റെ സൈന്യം നടത്തിയ ഇടപെടലാണ് ഇന്ന് കാണുന്ന ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം. ആ യുദ്ധത്തിൽ ഏതാണ്ട് 1971 ഡിസംബർ മാസം 3-ാം തീയതി മുതൽ ഡിസംബർ 16 വരെ ഏതാണ്ട് ഒന്നര ആഴ്ചക്കാലം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഭാരതത്തിന് നഷ്ടപ്പെട്ട സൈനികരുടെ എണ്ണം ഔദ്യോഗികമായ കണക്കുകൾ കൃത്യമല്ല എങ്കിൽ പോലും 2500-നും 3800-നും ഇടയിലുള്ള ഭാരതത്തിന്റെ ധീരന്മാരായ സൈനികരാണ് അന്ന് ബംഗ്ലാദേശ് എന്ന ഒരു പുതിയ രാജ്യം രൂപപ്പെടുത്താൻ പാകിസ്ഥാനിൽ നിന്നും വലിയ തോതിലുള്ള അവഗണനകൾ ഏറ്റുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തെ പുതിയൊരു രാജ്യമായി അക്കോമഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ ജീവൻ പൊലിഞ്ഞു പോയത്. അങ്ങനെ 3000-ന് മുകളിൽ സൈനികരെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഭാരതം നടത്തിയ ഐതിഹാസികമായ യുദ്ധത്തിന്റെ ഫലമാണ് ഇന്നു കാണുന്ന ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം എന്നത് ഒരു വസ്തുതയാണ്. അതാണ് ചരിത്ര വസ്തുത എന്നത്. എന്നാൽ അതിനെ മുഴുവൻ ഇസ്ലാമിസ്റ്റുകൾ തിരുത്തിക്കൊണ്ട് ഭാരതത്തിന് അതുമായി ഒരു ബന്ധവുമില്ല എന്ന രീതിയിലുള്ള പുതിയ ചരിത്ര പുസ്തകം ബംഗ്ലാദേശിൽ രൂപപ്പെടുത്തുകയാണ്. ഈ 2025 വർഷത്തിൽ തുടങ്ങുന്ന അധ്യയന വർഷം അത് ബംഗ്ലാദേശിൽ ആരംഭിക്കുന്ന ഘട്ടം മുതൽ അവിടുത്തെ കുട്ടികൾ പഠിച്ചു വരുന്ന ഈ പാഠപുസ്തകത്തിനകത്ത് 1971 ബംഗ്ലാദേശ് ലിബറേഷൻ വാറിൽ ഭാരതത്തിന് ഒരു ബന്ധവുമില്ല, ഇന്ത്യൻ സൈന്യത്തിന് അതുമായി ഒരു ബന്ധവുമില്ല എന്ന രീതിയിലുള്ള പുതിയ ചരിത്രമാകും അവിടുത്തെ കുട്ടികൾ പഠിക്കുക എന്നതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, ഇതിൽ മറ്റൊരു 2-3 തിരുത്തലുകളുണ്ട്, അതുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഒന്ന്, ഇതുവരെ ബംഗ്ലാദേശിന്റെ ചരിത്ര പുസ്തകങ്ങളിലെല്ലാം പറഞ്ഞിരുന്നത് ഈ 1971 ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യം രൂപപ്പെടുമ്പോൾ അതിനെ ആദ്യം അംഗീകരിച്ച രാജ്യം ഭാരതമാണെന്ന് അവർ എഴുതി വെച്ചിരുന്നു. അതൊരു വസ്തുതയാണ്. കാരണം ഇന്ത്യയുടെ ഇടപെടൽ മൂലമാണ് ഈ രാജ്യം ഉണ്ടാകുന്നത്. പാകിസ്ഥാനെ നമ്മൾ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. അതിനുശേഷം ഈ ബംഗ്ലാദേശ് എന്ന രാജ്യം ഉണ്ടാകുമ്പോൾ ആദ്യം അതിനെ അംഗീകരിക്കുന്നതും ഭാരതം തന്നെയാണ്. അതിൽ പോലും ഇപ്പോൾ തിരുത്തൽ വന്നിരിക്കുകയാണ്. ഭൂട്ടാനാണ് ആദ്യമായി ബംഗ്ലാദേശ് എന്ന രാജ്യത്തെ അംഗീകരിച്ചത് എന്നാണ് ഈ പുതിയ ചരിത്ര പുസ്തകങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ പടങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം അന്ന് ഈ ലിബറേഷൻ വാർ നടക്കുന്ന ഘട്ടത്തിൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ ചിത്രം ഇപ്പോൾ ഈ പാഠപുസ്തകങ്ങളിൽ ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വളരെ ചരിത്ര പ്രാധാന്യമുള്ള 2 ചിത്രങ്ങളിൽ ആണ് ഇന്ദിരാഗാന്ധി അവിടുത്തെ പുസ്തകങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, ഈ 1971 യുദ്ധത്തിന് ശേഷം പിന്നീട് 1972 ബംഗ്ലാദേശിന്റെ വിമോചന നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഷെയ്ഖ് മുജീബുർ റഹ്മാൻ കൊൽക്കത്തയിൽ എത്തുന്ന ഘട്ടത്തിൽ 1972 ഫെബ്രുവരി മാസം 6-ാം തീയതിയാണ് അന്ന് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ കൊൽക്കത്തയിലെത്തിയത്. അന്ന് ഇരുവരും ചേർന്നുകൊണ്ട് ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിന്റെ ചിത്രം ബംഗ്ലാദേശിലെ പാഠപുസ്തകങ്ങളിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് അതേ വർഷം മാർച്ച് മാസം 16-ാം തീയതി ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിലേക്ക് പോകുകയും അവിടെ വെച്ച് ഇരുവരും ചേർന്നുകൊണ്ട് എടുത്തിട്ടുള്ള ചിത്രങ്ങളുണ്ട്. ആ ചരിത്ര പ്രാധാന്യമുള്ള ചിത്രങ്ങളെല്ലാം ബംഗ്ലാദേശിന്റെ പുതിയ പാഠപുസ്തകങ്ങളിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നു എന്നതാണ് വസ്തുത. ജമാഅത്തെ ഇസ്ലാമി എല്ലാ അർത്ഥത്തിലും ബംഗ്ലാദേശിനെ വിഴുങ്ങുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ ചരിത്ര പുസ്തകങ്ങളിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റം. രോഹിണി.
ശരി ഗൗതം. 1971 ബംഗ്ലാദേശ് യുദ്ധത്തിൽ ഭാരതത്തിന്റെ സംഭാവനകൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കി മുഹമ്മദ് യൂനിസ് ഭരണകൂടം. ഈ അധ്യയന വർഷത്തിൽ പുസ്തകങ്ങളിൽ ഭാരത സൈന്യം ബംഗ്ലാദേശ് മോചനത്തിനായി നടത്തിയ യുദ്ധത്തെപ്പറ്റി പരാമർശിക്കുന്നേയില്ല എന്നുള്ളതാണ്. ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് യുവതിയെ വാട്സപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയ സംഭവത്തിൽ ഭർത്താവിനും കുടുംബത്തിനുമെതിരെ യുവതി കോടതിയെ സമീപിച്ചു. 20 പവൻ സ്വർണം തിരികെ നൽകണമെന്നും ജീവനാംശം നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹോസ്ദുർഗ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1 ഹർജി നൽകിയിട്ടുള്ളത്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, കാഞ്ഞങ്ങാട് യുവതിയെ വാട്സപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയ സംഭവം, അതിൽ ഭർത്താവിനും കുടുംബത്തിനുമെതിരെ യുവതി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ. നമുക്കറിയാൻ സാധിച്ചത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട യുവതി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. യുവതി പ്രധാനമായും പറയുന്നത് ഭർത്താവിനും കുടുംബത്തിനും എതിരെയാണ് ഈ യുവതി കോടതിയെ സമീപിച്ചിട്ടുള്ളത്. 20 പവൻ സ്വർണം യുവതി വിവാഹ സമയത്ത് നൽകിയിട്ടുണ്ട്. ഈ 20 പവൻ സ്വർണം തിരികെ നൽകണം, അതോടൊപ്പം തന്നെ ജീവനാംശം നൽകണമെന്ന ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഹോസ്ദുർഗ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1 ഇന്ന് ഹർജി പരിഗണിക്കുന്നത്. കൂടാതെ തന്നെ ഈ പരാതിയിൽ പോലീസ് ഇന്ന് യുവതിയുടെ മൊഴിയെടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. വിവാഹത്തിന് മുൻപേ 50 പവൻ സ്വർണമാണ് ശേഖരമായി ഇവർ ആവശ്യപ്പെട്ടത്. എന്നാൽ 20 പവൻ സ്വർണമാണ് ആ സമയത്ത് ഇവർ നൽകിയത് എന്നും യുവതി പറയുന്നു. അന്നു മുതൽ തുടങ്ങിയതാണ്, അതായത് ഈ കുടുംബത്തിൽ ഈ സ്വർണം കൊണ്ടുവന്നത് കുറഞ്ഞു എന്ന് ആരോപിച്ച് അന്നു മുതൽ യുവതിക്ക് നിരന്തര പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു എന്നതാണ് യുവതി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട യുവതിയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. യുവതി നൽകിയ ഹർജി ഹോസ്ദുർഗ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1 ഇന്ന് പരിഗണിക്കുമെന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ശരി ദിസ്ന, കാസർഗോഡ് കാഞ്ഞങ്ങാട് യുവതിയെ വാട്സപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയ സംഭവത്തിൽ ഭർത്താവിനും കുടുംബത്തിനുമെതിരെ യുവതി കോടതിയെ സമീപിച്ചു. 20 പവൻ സ്വർണം തിരികെ നൽകണമെന്നും ജീവനാംശം നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്. മറ്റൊരു വാർത്തയിലേക്ക്. കോട്ടയം മണർക്കാട് 4 വയസ്സുകാരൻ സ്കൂളിൽ നിന്ന് കഴിച്ച ചോക്ലേറ്റിൽ ലഹരിയുടെ അംശമുണ്ടായിരുന്നതായി സംശയം. ചോക്ലേറ്റ് കഴിച്ചതിന് പിന്നാലെ കുഞ്ഞ് അബോധാവസ്ഥയിലായി. വിദഗ്ധ പരിശോധനയിലാണ് കുട്ടിയുടെ ഉള്ളിൽ ലഹരി പദാർത്ഥത്തിന്റെ അംശം കണ്ടെത്തിയത്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട രക്ഷിതാക്കൾ പോലീസിനും കളക്ടർക്കും പരാതി നൽകി. അങ്ങാടിവയൽ സ്വദേശികളുടെ മകനെയാണ് ചോക്ലേറ്റ് കഴിച്ചതിന് പിന്നാലെ അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ മാസം 17-ന് കുട്ടി വടവാതൂരിലെ സ്വകാര്യ സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നപ്പോൾ മുതൽ അസ്വാഭാവികതകൾ പ്രകടിപ്പിച്ചിരുന്നു. ക്ഷീണവും മയക്കവും പ്രകടിപ്പിച്ച കുഞ്ഞിനെ ഉടൻ വടവാതൂരിലെ ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഞങ്ങൾ പിന്നെ കോട്ടയത്ത് ICG കൊണ്ടുപോയി. ICG കൊണ്ടുവന്നതായിട്ട് തന്നെ കൊച്ചിന്റെ സ്റ്റൊമക് ഫ്ലൂയിഡും ബ്ലഡും യൂറിൻ സാമ്പിളൊക്കെ കളക്ട് ചെയ്ത് കൊച്ചിന് സ്റ്റൊമക് വാഷും കൊടുത്തു. അന്ന് കൊച്ചിനെ ICU അഡ്മിറ്റ് ചെയ്തു. ഞങ്ങൾ സ്കൂളിൽ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ സ്കൂളിലെ പ്രിൻസിപ്പാൾ ഞങ്ങൾക്ക് ആ ചോക്ലേറ്റിന്റെ കവർ അയച്ചു തന്നു. ഈ മിഠായിയാണ് കുഞ്ഞ് കഴിച്ചതെന്നും പറഞ്ഞിട്ട്. അത് ഡയറി മിൽക്കിന്റെ കവറായിരുന്നു. സ്കൂളിൽ നിന്ന് ചോക്ലേറ്റ് കഴിച്ചതിന് പിന്നാലെയാണ് മയക്കം അനുഭവപ്പെട്ടിരുന്നതെന്ന് സ്കൂൾ അധികൃതരിൽ നിന്നറിഞ്ഞു. പക്ഷേ ഇതിനിടയിൽ കുട്ടി അബോധാവസ്ഥയിലായി, രക്തസമ്മർദ്ദം കൂടി. ഇതോടെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കുട്ടിയെ മാറ്റി വിദഗ്ധ പരിശോധന നടത്തി. 2 ദിവസം കുഞ്ഞ് ICU കിടന്നു. അപ്പോൾ മാറ്റമൊന്നും ഇല്ലാഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ബുധനാഴ്ച കുഞ്ഞിനെയായിട്ട് അമൃത ഹോസ്പിറ്റലിലേക്ക് പോകുമായിരുന്നു. അവിടെയും കൊണ്ടുവരുന്ന കൊച്ചിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. കൊച്ചിന് ഹൈപ്പർ ടെൻഷൻ ആയിരുന്നു, BP ഒക്കെ ഭയങ്കര കൂടുതലായിരുന്നു. പരിശോധനയിൽ കുട്ടിയുടെ ഉള്ളിൽ ലഹരി പദാർത്ഥത്തിന്റെ അംശം കണ്ടെത്തി. ഉറക്കമില്ലായ്മയ്ക്കുൾപ്പെടെ നൽകുന്ന ബെൻസോഡയാസിപ്പെൻസിന്റെ സാന്നിധ്യമാണ് തിരിച്ചറിഞ്ഞത്. ഇത് ലഹരിക്കായും ദുരുപയോഗം ചെയ്യാറുണ്ട്. ക്ലാസ് മുറിയിൽ എങ്ങനെ ചോക്ലേറ്റ് എത്തിയെന്ന് അധികൃതർക്ക് അറിയില്ല. സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് രക്ഷിതാക്കൾ ജില്ലാ പോലീസ് മേധാവിക്കും കളക്ടർക്കും പരാതി നൽകി. ജനം, കോട്ടയം. ഒരു പാലം സ്വപ്നം കണ്ടു കഴിയുകയാണ് മലപ്പുറം കവളപ്പൊയ്ക ഇല്ലിക്കാട് നിവാസികൾ. നിരവധി പരാതികളും നിവേദനങ്ങളും നൽകി മടുത്ത പ്രദേശവാസികൾക്ക് അവസാനത്തെ പ്രതീക്ഷ ഇനി പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക്ക് യോജന പദ്ധതിയാണ്. തദ്ദേശ ഭരണാധികാരികളും LDF സർക്കാരും പദ്ധതി അട്ടിമറിച്ചതാണ് നാട്ടുകാർക്ക് തിരിച്ചടിയായത്. പതിറ്റാണ്ടുകളായി ഇവർ കാത്തിരിക്കുന്നു. എന്നാൽ ഇപ്പോഴും ഒരു പാലമെന്ന സ്വപ്നം അകലെ. മലപ്പുറം നിലമ്പൂർ കവളപ്പൊയ്ക ഇല്ലിക്കാട് നിവാസികളാണ് ഒരു പാലത്തിനായി ഇപ്പോഴും കാത്തിരിക്കുന്നത്. നിരവധി തവണ പരാതികളും നിവേദനങ്ങളും നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പലതവണ ഇവിടെ പരിശോധന നടത്തിയിരുന്നു. എന്നാൽ പാലം മാത്രം അന്യം. ഒടുവിൽ നാട്ടുകാർ ഒരു താൽക്കാലിക പാലം കെട്ടി.
ഒരു മഴ പെയ്താൽ അത് ഒലിച്ചു പോകും. ഈ തോടിനക്കരെ 400-ലേറെ കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഇപ്പോൾ 5 കിലോമീറ്റർ ചുറ്റിയാണ് അവർ പ്രധാന നഗരത്തിലെത്തുന്നത്. എൻ്റെ ഫാദറിൻ്റെ കാലം മുതലേ പാലത്തിന് വേണ്ടി അതിനു മുമ്പും ഈ പാലത്തിൻ്റെ പരിശ്രമങ്ങളോട് നടക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ഇതുവരെ ആയിട്ടില്ല. സാധാരണ സ്ഥലത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് പാലത്തിൻ്റെ പദ്ധതികൾ വരാത്തത്. ഇവിടെ ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ തയ്യാറാണ്, എന്നിട്ട് പോലും പദ്ധതി വരുന്നില്ല. ഇവിടെ ഒരു 400 കുടുംബത്തിന് മേലെ താമസിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഈ സിറ്റിയിലോട്ട് പോകണമെങ്കിൽ ഈ മാർഗ്ഗമാണ് ഏറ്റവും എളുപ്പം. ഞങ്ങൾ ചുറ്റി പോകുന്ന 7 കിലോമീറ്റർ ചുറ്റിട്ടാണ്, 4-5 കിലോമീറ്റർ ചുറ്റിട്ടാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരുന്നത്. പ്രായമായ ആളുകൾക്കും വിദ്യാർത്ഥികൾക്കും മുതൽ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. ആശുപത്രി കേസ്, സ്കൂൾ കേസ്, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും. PV അൻവർ 2 തവണ നിലമ്പൂരിൽ MLA ആയെങ്കിലും പാലം നിർമ്മാണത്തിന് ഒരിടപെടലും നടത്തിയില്ല. രാജിവെക്കുന്നതിന് തൊട്ടു മുൻപ് നിയമസഭയിൽ ഉന്നയിച്ചെങ്കിലും CPM മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഇടപെടലിൽ അടിയന്തരമായി ഇത് പരിഗണിക്കേണ്ടെന്ന് തീരുമാനിച്ചു. ഇതിൻ്റെ സാങ്കേതിക തടസ്സം എന്താണെന്ന് ഇതുവരെ ഞങ്ങൾ നാട്ടുകാർക്ക് മനസ്സിലായിട്ടില്ല. ഞങ്ങൾ അധികാരികളോട് ചോദിക്കുമ്പോൾ അവരോട് ഞങ്ങളോട് പറഞ്ഞിട്ടുമില്ല. ഇതിനേക്കാൾ പ്രാധാന്യം വളരെ കുറവുള്ള സ്ഥലങ്ങളിൽ പോലും പാലങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രദേശത്തെ അവഗണിക്കാം. ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 2 പഞ്ചായത്തുകൾ കൂടിച്ചേരുന്ന സ്ഥലമാണ്. അതുമാത്രമല്ല, ഇവിടെ ഈ പഞ്ചായത്തിൻ്റെ ഒരു ഭാഗമായ മരുതേക്കുള്ള ഏറ്റവും ബൈപ്പാസ് മുതൽ ഉപയോഗിക്കാവുന്ന, എടക്കര ടൗൺ ടച്ച് ചെയ്യാതെ മറ്റുള്ള വഴിക്കടവിലേക്ക് പോകാവുന്ന ഒരു റൂട്ടുള്ള സ്ഥലമാണിത്. ഇപ്പോൾ രാജിവെച്ച് പോയ MLAയുടെ വാഗ്ദാനമായിരുന്നു ഇവിടെ പാലം എന്നുള്ളത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും അദ്ദേഹം വാഗ്ദാനം നൽകിയിരുന്നു. അതിനു മുമ്പ് ഇവിടെ വാഗ്ദാനം ഇതൊക്കെ തന്നെയായിരുന്നു. പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന പദ്ധതിയിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ അവസാനത്തെ പ്രതീക്ഷ കൂടിയാണ് ഇത്. പരാതികളും നിവേദനങ്ങളും നിരവധി നൽകി, പക്ഷേ കണ്ണു തുറന്ന് കാണേണ്ടവർ കാണുന്നില്ല. ഒടുവിൽ നാട്ടുകാർ ഇടപെട്ടാണ് ഇവിടെ ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചത്. ഇതിന്റെ ആയുസ് ഒരു മഴക്കാലം വരെ മാത്രം. ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കന്മനം, ജനം, മലപ്പുറം. കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ കേസിൽ അനധികൃത വായ്പ എടുത്ത് തിരിച്ചടവ് മുടക്കിയവരും പ്രതിപട്ടികയിലേക്ക്. തിരിച്ചടവ് മുടക്കിയവർക്ക് ED സമൻസുകൾ ലഭിച്ചതോടെ 3 മാസത്തിനുള്ളിൽ 5 കോടി രൂപ ബാങ്കിലേക്ക് തിരിച്ചടവായി എത്തിയിരുന്നു. ഈ സമൻസുകളോടും പ്രതികരിക്കാത്തവരാണ് പ്രതികളാകുക. 2ാം ഘട്ട കുറ്റപത്രത്തിൽ CPM പാർട്ടിയും പ്രതിപട്ടികയിൽ ഉണ്ടാകും. ജിജീഷ് കരുണാകരൻ ചേരുന്നു വിവരങ്ങളുമായി. ജിജീഷ്, നമുക്കറിയാം കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ കേസിൽ ഏറ്റവും കൂടുതൽ അനധികൃത വായ്പകൾ എടുത്താണ് ബാങ്ക് കടക്കണിയിലേക്ക് പോകുന്നത്. അത് എന്തായാലും അത്തരത്തിൽ ഈ വായ്പ എടുത്ത് തിരിച്ചടവ് മുടക്കിയവരും കൂടി പ്രതിപട്ടികയിലേക്ക് വരികയാണ്. അതനുസരിച്ചുള്ള സമൻസ് ED കൈമാറിയിരുന്നു. കുറെ പേർ അപ്പോൾ തന്നെ തിരിച്ചടച്ചിരുന്നു. കുറച്ചധികം പേരുണ്ട്. അവരെന്തായാലും അതെ പ്രതിപട്ടികയിലേക്ക് വരികയാണ്. എങ്ങനെയാണ് ഇനി തുടർ നീക്കങ്ങൾ, ജിജീഷ്? രോഹിണി, നിഖിൽ, ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശക്തമായ നടപടികൾ ആരംഭിച്ചിരുന്നു. കാരണം ആദ്യഘട്ടത്തിൽ ഒരു നിശ്ചിത തുകയിൽ കൂടുതൽ തുക അനധികൃത വായ്പ എടുത്തതിന് ശേഷം ബാങ്കിനെ കബളിപ്പിക്കാൻ ശ്രമിച്ച ഏതാനും പേർ മാത്രമായിരുന്നു പ്രതിപട്ടികയിലേക്ക് വന്നിരുന്നത് എങ്കിൽ 2ാം ഘട്ട കുറ്റപത്രത്തിൽ വലിയ തുക വായ്പ എടുത്തു. ആ വായ്പ എടുത്തു എന്ന് മാത്രമല്ല അനധികൃതമായി തന്നെയായിരുന്നു. പലരും ആ ഒരു പ്രദേശത്തെ താമസക്കാരല്ല, കരുവന്നൂർ സഹകരണ ബാങ്ക് പരിധിക്കുള്ളിൽ ലോൺ എടുക്കാൻ കഴിയുന്ന ആളുകളായിരുന്നു. മറ്റു പല സ്ഥലങ്ങളിലും താമസിക്കുന്ന ആളുകളാണ്. അത്തരത്തിൽ പല ഭാഗങ്ങളിൽ താമസിക്കുന്ന ആളുകൾ വ്യാജ രേഖകൾ ചമച്ചും വ്യാജ മേൽവിലാസങ്ങൾ തയ്യാറാക്കിയും എല്ലാമായിരുന്നു രാഷ്ട്രീയ സ്വാധീനത്തിലും ഉദ്യോഗസ്ഥ സ്വാധീനത്തിലും എല്ലാം തന്നെ വലിയ തുകകൾ വായ്പ ഇത്തരത്തിൽ സംഘടിപ്പിച്ചിരുന്നത്. മാത്രമല്ല അവർക്ക് ഈട് വയ്ക്കാൻ പോലും തുല്യ തുകയ്ക്കുള്ള അല്ലെങ്കിൽ ആനുപാതികമായ തുകയ്ക്കുള്ള വസ്തുവകകൾ ഉണ്ടായിരുന്നില്ല, സ്വത്തുവകകൾ ഉണ്ടായിരുന്നില്ല. വളരെ ചെറിയ കുറച്ചു വിലയ്ക്കുള്ള സ്വത്തുവകകൾ വെച്ചാണ് കോടിക്കണക്കിന് രൂപ പല ആളുകളും എടുത്തത്. അങ്ങനെ ബാങ്കിനെ കബളിപ്പിക്കുക, സഹകരണ ബാങ്കിനെ കബളിപ്പിച്ച് മുങ്ങുക, പണം തിരിച്ചടവ് മുടക്കുക എന്നത് തന്നെയായിരുന്നു ഇത്തരത്തിൽ ലോണുകൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ വായ്പകൾ തരപ്പെടുത്തുമ്പോൾ അവരുടെ ലക്ഷ്യമായി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയായിരുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിരവധി ആളുകൾക്ക് വലിയ തുകകൾ വായ്പയെടുത്ത് തിരിച്ചടക്കാത്ത ആളുകൾക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസുകൾ നൽകി അവരോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നിർദ്ദേശം നൽകി. കൊച്ചി ED ഓഫീസിൽ ഹാജരാകാനായിരുന്നു ആവശ്യം. എന്നാൽ ഈ സമൻസുകൾ അയച്ചപ്പോഴാണ് EDക്ക് ഒരു കാര്യം വ്യക്തമായത്. ഇതിൽ പല മേൽവിലാസങ്ങളും EDക്ക് ലഭിച്ചിരിക്കുന്ന മേൽവിലാസങ്ങളും തെറ്റാണ്. അതായത് ബാങ്കിൽ കൊടുത്തിരിക്കുന്ന മേൽവിലാസങ്ങൾ പൂർണ്ണമായും തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന മറ്റു പല ആളുകളുടെ ഇത്തരത്തിൽ വിലാസങ്ങളായിരുന്നു നൽകിയത് എന്ന് വ്യക്തമായി. തുടർന്ന് കൂടുതൽ വിശദമായ അന്വേഷണം നടത്തുകയും അത്തരം ആളുകളിലേക്ക് കടന്നു എന്നുകൊണ്ട് നേരിട്ട് തന്നെ സമൻസുകൾ കൈമാറുകയും എല്ലാം ചെയ്തിരുന്നു. അങ്ങനെ നേരിട്ട് സമൻസുകൾ കൈമാറിയതോടുകൂടി ഏതാനും പേർ ഈ വായ്പകൾ തിരിച്ചടക്കാൻ തയ്യാറായി. അങ്ങനെയാണ് കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ 5 കോടിയോളം രൂപയുടെ വായ്പ തിരിച്ചടവ് നടന്നിട്ടുള്ളത്. എന്നാൽ ഇതിന്റെ പല മടങ്ങാണ് ഇപ്പോൾ
ഇപ്പോഴും വലിയ തുകകൾ വായ്പയെടുത്ത് തിരിച്ചടക്കാനുള്ള തുകകൾ എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. അത്തരത്തിലുള്ള ആളുകളായിരിക്കും ഈ രണ്ടാം ഘട്ട പ്രതിപട്ടികയിൽ ഉൾപ്പെടുക. 50ഓളം പേർ ചേർന്നതായിരിക്കും പ്രതിപട്ടിക എന്നൊരു ഏകദേശ വിവരമാണ് ലഭിക്കുന്നത്. അതിൽ പ്രധാനമായും നേരിട്ട് ബാങ്കിനെ കബളിപ്പിച്ചിട്ടുള്ള വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സംഘടനകൾ എന്നിവയെല്ലാം തന്നെ ഈ ഒരു പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടും. നേരത്തെ CPM-ന്റെ 76 ലക്ഷം രൂപയുടെ സ്വത്തുവകകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മരവിപ്പിച്ചിരുന്നു. പിന്നീട് ഇതിന് അംഗീകാരവും അല്ലെങ്കിൽ തുടർന്നുള്ള നടപടികളിൽ ഇത് പൂർണ്ണമായും തന്നെ ശരിവെച്ചുകൊണ്ടുള്ള ഓർഡറുകളും വരികയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും CPM പാർട്ടി രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ പ്രതിപട്ടികയിലേക്ക് എത്തും. ഇത്തരത്തിൽ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്നതോടെ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളോ വ്യക്തികളോ പ്രതിപട്ടികയിലേക്ക് എത്തുന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസുകളിൽ. അങ്ങനെ CPM പാർട്ടി പ്രതിപട്ടികയിൽ എത്തുന്നതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ വലിയ തുകകൾ വായ്പ എടുത്ത ശേഷം തിരിച്ചടക്കാതെ ഇപ്പോഴും ഇതിന് കൊടുത്തിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ, കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പലവട്ടം വ്യക്തമാക്കിയിരുന്നു ഇത്തരത്തിൽ ലോൺ തിരിച്ചടച്ചതിന് ശേഷം ബാങ്ക് അതിന് നൽകുന്ന രേഖകൾ ഹാജരാക്കുകയാണെങ്കിൽ കേസ് നടപടികളിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയും, അനധികൃത വായ്പകൾ എടുത്തതുമായി ബന്ധപ്പെട്ട നടപടികളിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുമെന്ന്. എന്നാൽ അതുപോലും ചെയ്യാത്ത ആളുകൾ ഇപ്പോഴുമുണ്ട്. ബാങ്കിനെ കബളിപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് തന്നെ മുന്നോട്ട് പോയിരുന്ന ആളുകൾ അവരായിരിക്കും രണ്ടാം ഘട്ട പ്രതിപട്ടികയിലെ പ്രധാനപ്പെട്ട പ്രതികളായി മാറുക. ശരി, ജിജേഷ് കരുണാകരനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ചേർത്തലയിൽ ഡോക്ടർമാരായ ദമ്പതിമാരെ ഓൺലൈൻ തട്ടിപ്പിനിരയാക്കിയ തായ്വാൻ സ്വദേശികൾക്ക് കള്ളനോട്ട് നിർമ്മാണവും ഉണ്ടായിരുന്നതായി അന്വേഷണ സംഘം. ബംഗളൂരുവിൽ താമസിച്ചാണ് പ്രതികൾ തട്ടിപ്പ് നടത്തിയതെന്നും വ്യക്തമായി. തട്ടിയെടുത്ത പണം ക്രിപ്റ്റോ കറൻസിയായി ഇന്ത്യയിൽ നിന്ന് കടത്തിയതായും പോലീസ് കണ്ടെത്തി. ഓഹരി വിപണിയിൽ പണം നിക്ഷേപിച്ച് വൻ ലാഭം വാഗ്ദാനം ചെയ്ത് ചേർത്തലയിലെ ഡോക്ടർ ദമ്പതികളിൽ നിന്ന് 7.65 കോടി രൂപയാണ് തായ്വാൻ സ്വദേശികൾ തട്ടിയെടുത്തത്. തട്ടിപ്പ് നടത്തിയത് പ്രതികൾ ബംഗളൂരുവിൽ താമസിച്ചായിരുന്നുവെന്നും ഇവർക്ക് കള്ളനോട്ട് നിർമ്മാണം ഉണ്ടായിരുന്നതായും ചോദ്യം ചെയ്യലിൽ പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. തായ്വാനിലെ തവോയുവാൻ നഗരവാസികളായ വാങ് ചുങ് വെയ്, മെൻവെയ്ഹോ എന്നിവരെയാണ് ആലപ്പുഴയിൽ എത്തിച്ച് അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. ഇവർ താമസിച്ചിരുന്ന ബംഗളൂരുവിലെ ഫ്ളാറ്റുടമ ഇവരെ തിരിച്ചറിഞ്ഞു. വീഡിയോ കോൾ വഴിയാണ് അന്വേഷണ സംഘം പ്രതികളെ ഫ്ളാറ്റുടമയ്ക്ക് കാണിച്ചു കൊടുത്തത്. ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ നിർണായക വിവരങ്ങൾ ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രന്റെ നേതൃത്വത്തിൽ പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ചതായും പോലീസ് പറയുന്നു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഓൺലൈൻ തട്ടിപ്പാണ് ചേർത്തലയിൽ നടന്നത്. കേസിൽ ആദ്യം പിടിയിലായ ഇതര സംസ്ഥാനക്കാരനായ ഭഗവൻ റാം പാട്ടീലും തായ്വാൻ സ്വദേശികളെ തിരിച്ചറിഞ്ഞു. വീഡിയോ കോളിലൂടെ മാത്രമാണ് ഇവർ പരസ്പരം കണ്ടിരുന്നത്. തട്ടിയെടുത്ത പണം ഭഗവാൻ റാം തായ്വാൻ സ്വദേശികൾക്ക് കൈമാറിയെന്നും അവർ ക്രിപ്റ്റോ കറൻസിയായി ഇന്ത്യയിൽ നിന്ന് കടത്തിയെന്നുമാണ് പോലീസ് കണ്ടെത്തൽ. അതേസമയം തങ്ങളെ ജോലിക്കെന്ന് പറഞ്ഞ് ഒരാൾ ഇന്ത്യയിൽ എത്തിച്ച് ചതിച്ചതാണെന്നും തട്ടിപ്പ് നടത്തിയിട്ടില്ലെന്നുമാണ് തായ്വാൻ സ്വദേശികൾ പോലീസിനോട് പറഞ്ഞത്. തങ്ങളെ കൊണ്ടുവന്നയാൾ ചൈനക്കാരനാണെന്നും തായ്വാനിൽ വെച്ചാണ് പരിചയപ്പെട്ടതെന്നും ഇവർ പോലീസിന് മൊഴി നൽകി. മറ്റൊരു സൈബർ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായി ഗുജറാത്തിൽ റിമാൻഡിൽ കഴിയുകയായിരുന്ന പ്രതികളെ ചേർത്തലയിലെ കേസിൽ ചോദ്യം ചെയ്ത ശേഷം തിരികെ ഗുജറാത്തിലെത്തിച്ചു. ജനം, ആലപ്പുഴ. കേരളം ഇനി പരീക്ഷാ ചൂടിൽ. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാർച്ച് 3-ന് ആരംഭിക്കും. ഇക്കുറി സംസ്ഥാനത്ത് 4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതുന്നത്. 11 ലക്ഷം വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി പരീക്ഷയും എഴുതും. കൂടുതൽ വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ നാളെ മുതൽ ആരംഭിക്കുകയാണ്. തയ്യാറെടുപ്പുകളൊക്കെ എങ്ങനെയാണ്? രോഹിണി, SSLC +2 പരീക്ഷകളൊക്കെ നാളെ മുതൽ ആരംഭിക്കുകയാണ്. ഈ മാസം 26-ാം തീയതി വരെയാണ് പരീക്ഷകൾ ഉള്ളത്. നാളെ രാവിലെയാണ് SSLC പരീക്ഷ തുടങ്ങുന്നത്. 9:15 തുടങ്ങുന്ന പരീക്ഷ ഉച്ചയോടുകൂടി അവസാനിക്കുമെന്നാണ് അറിയുന്നത്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും +2 പരീക്ഷകൾ. ഇത്തവണ 4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷകൾ എഴുതാനായി സംസ്ഥാനത്ത് ഉള്ളത്. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി പരീക്ഷകൾ എഴുതാൻ വേണ്ടിയിട്ട് 11 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളും ഉണ്ടെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഹാൾ ടിക്കറ്റുകളെല്ലാം നൽകിയതായും അതുപോലെ തന്നെ അതാത് സമയത്ത് സ്കൂളുകളിലേക്ക് ചോദ്യപേപ്പർ എത്തിക്കാനുള്ള എല്ലാ നടപടികളും പൂർത്തിയായതായുമാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളെല്ലാം വളരെ സന്തോഷത്തിലാണ്. നമുക്കെല്ലാവർക്കും പേടി സ്വപ്നമാണ് എക്സാം എങ്കിലും അവർ എക്സാം നല്ലപോലെ എഴുതണം എന്നും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് കുട്ടികൾക്ക് ആത്മവിശ്വാസമായി തന്നെ പറയുന്നുണ്ട്. ഇത്തവണ 2900-ലധികം സ്കൂളുകളിലാണ് ഈ SSLC +2 പരീക്ഷകൾ നടക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള
ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും സ്കൂളുകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചകളും ഈ പരീക്ഷയ്ക്ക് ഉണ്ടാകില്ല എന്നും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചോദ്യപേപ്പർ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അതാത് സമയത്ത് തന്നെ സ്കൂളുകളിൽ എത്തിക്കാനുള്ള നടപടികളും പൂർത്തിയായതായാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഈ അടുത്ത മാസം ഏപ്രിൽ 3 മുതൽ 26 വരെയാണ് പരീക്ഷകളുടെ മൂല്യനിർണ്ണയം നടക്കുക. 9,000-ലധികം അധ്യാപകരാണ് മൂല്യനിർണ്ണയത്തിനായി ഇപ്രാവശ്യം എത്തുന്നത്. ഏപ്രിൽ മാസം മെയ് മാസം അവസാനത്തോടുകൂടി മൂന്നാമത്തെ ആഴ്ചയോടുകൂടി തന്നെ ഇതിന്റെ റിസൾട്ടുകൾ വരും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. രോഹിണി. ശരി ശ്രീനന്ദ, കേരളം ഇനി പരീക്ഷാ ചൂടിലേക്ക് കടക്കുകയാണ്. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ നാളെ ആരംഭിക്കുന്നു. എന്തായാലും ഇക്കുറി സംസ്ഥാനത്ത് 4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതുന്നത്. ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിനെതിരെ ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല എന്ന വിവരാവകാശ രേഖ റവന്യൂ വകുപ്പിനും കണ്ണൂർ ജില്ലാ കളക്ടർക്കും നൽകിയ വിവരാവകാശ അപേക്ഷയിലാണ് നവീൻ ബാബുവിൻ്റെ പേരിൽ പരാതികൾ ഉണ്ടായിരുന്നില്ലെന്ന മറുപടി ലഭിച്ചത്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, നവീൻ ബാബുവിനെതിരെ ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല എന്ന വിവരാവകാശ രേഖ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ പരാതികളുണ്ട്, ആക്ഷേപങ്ങളുണ്ട് എന്ന തരത്തിൽ അദ്ദേഹത്തെ പരസ്യമായി വേദിയിലിരുത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ അവഹേളിക്കുന്ന ഒരു കാഴ്ച, അതിനുശേഷം അദ്ദേഹം ജീവനെടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്തായാലും അദ്ദേഹത്തിനെതിരെ ഒരു പരാതി ഉണ്ടായിരുന്നില്ല എന്നിപ്പോൾ വിവരാവകാശ രേഖ പുറത്തു വന്നിട്ടുണ്ട്. വിവരങ്ങൾ. നിഖിൽ, കൃത്യമായി തന്നെ കണ്ണൂർ ADM ആയിരിക്കുന്ന നവീൻ ബാബുവിനെതിരെ ഒരു പരാതിയും അദ്ദേഹം സർവീസിലിരുന്ന ആ നീണ്ട കാലയളവിലൊന്നും തന്നെ സഹപ്രവർത്തകരിൽ നിന്നോ പൊതുജനങ്ങളിൽ നിന്നോ ഒരു പരാതി പോലും അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടില്ല എന്ന വിവരാവകാശ രേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് കൃത്യമായി തന്നെ തന്റെ സർവീസിലിരിക്കുന്ന ആ കാലയളവിലൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തിരുന്ന, മറ്റാരും ഒരു പരാതി പോലും പറയാത്ത ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ADM നവീൻ ബാബു എന്ന് തെളിയിക്കുന്ന വിവരാവകാശ രേഖ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായിട്ടുള്ള കുളത്തൂർ ജയ്സിംഗ് ആണ് ഈ വിവരാവകാശം നൽകിയിരിക്കുന്നത്. ഇദ്ദേഹം കൃത്യമായി ഓരോ ചോദ്യങ്ങളും ആണയിട്ട് പറഞ്ഞുകൊണ്ടാണ് ഈ വിവരാവകാശം നൽകിയിരിക്കുന്നത്. അതായത് ഈ കണ്ണൂർ ADM ആയിരിക്കുന്ന നവീൻ ബാബുവിനെതിരെ ആരെങ്കിലും പരാതി നൽകിയിട്ടുണ്ടോ, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്ക് അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും പരാതിയുണ്ടോ, പൊതുജനങ്ങൾക്ക് പരാതിയുണ്ടോ, അങ്ങനെ കൃത്യമായി ഈ ജയ്സൺ നൽകിയ വിവരാവകാശത്തിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ഈ വിവരാവകാശം നൽകിയിരിക്കുന്നത് റവന്യൂ വകുപ്പിനും കണ്ണൂർ ജില്ലാ കളക്ടർക്കുമായിരുന്നു. ഇവരാണ് ഇപ്പോൾ കൃത്യമായി തന്നെ കണ്ണൂർ ADM ആയിരുന്ന ഈ ADM നവീൻ ബാബുവിനെതിരെ ഒരു പരാതി പോലും അദ്ദേഹത്തിന്റെ സർവീസിലിരിക്കുന്ന കാലയളവിലൊന്നും തന്നെ ആർക്കും ഉണ്ടായിരുന്നില്ല എന്ന വിവരാവകാശ രേഖ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഈ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും മാത്രമല്ല CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള PP ദിവ്യ അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ മുറിവേൽപ്പിച്ച് അതിൽ മനംനൊന്ത് ആത്മഹത്യയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ് ADM നവീൻ ബാബുവിന് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ PP ദിവ്യ ഉന്നയിച്ച ഈ അഴിമതി ആരോപണം അത് കൃത്യമായി തന്നെ തെറ്റാണ് എന്നാണ് ഈ വിവരാവകാശ രേഖ തെളിയിക്കുന്നത്. മാത്രമല്ല CPMന്റെ തിട്ടൂരത്തിന് വഴങ്ങാത്ത കൃത്യമായി കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു ADM നവീൻ ബാബു എന്നുകൂടി ഈ വിവരാവകാശ രേഖ പുറത്തു വന്നതോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ ഭാര്യ ഇപ്പോൾ ഈ കേസിൽ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് PP ദിവ്യയെ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നായിരുന്നു അറസ്റ്റ്. പിന്നീട് ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ ADMനെതിരെ PP ദിവ്യ ഉന്നയിച്ച അഴിമതി ആരോപണം അത് കൃത്യമായി തന്നെ തെറ്റാണ് എന്ന് കൂടി തെളിയിക്കുന്നതാണ് ഈ വിവരാവകാശ രേഖ. ഈ ADMനെതിരെ സർവീസിലിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോ പൊതുജനമോ അങ്ങനെ ഒരു പരാതി പോലും അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചിട്ടില്ല എന്ന വിവരാവകാശ രേഖകളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. നിഖിൽ, രോഹിണി. ശരി അനഘ, കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിനെതിരെ ഒരു പരാതിയും ഉണ്ടായിരുന്നുള്ള വിവരാവകാശ രേഖ റവന്യൂ വകുപ്പിനും കണ്ണൂർ ജില്ലാ കളക്ടർക്കും നൽകിയ വിവരാവകാശ അപേക്ഷയിലാണ് നവീൻ ബാബുവിൻ്റെ പേരിൽ പരാതികൾ ഉണ്ടായിരുന്നില്ലെന്ന മറുപടി ലഭിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘ ഹർഷൻ.
സംസ്ഥാനത്ത് വേനൽ കടുക്കുന്നതോടെ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാനുള്ള നീക്കവുമായി KSEB. ഉത്തർപ്രദേശ്, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വൈദ്യുതി കൈമാറ്റത്തിന് ധാരണയായി. ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും അധിക വൈദ്യുതി വാങ്ങും. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, ഈ വേനൽ കടുക്കുന്നതോടെ വൈദ്യുതി ഉൽപ്പാദനം സംസ്ഥാനത്ത് ഗണ്യമായി തന്നെ കുറയും. അതുകൊണ്ട് തന്നെ അത് പുറത്തുനിന്ന് വാങ്ങാനുള്ള നീക്കവുമായി KSEB മുന്നോട്ട് പോവുകയാണ്. ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങാനാണ് നിലവിൽ ധാരണയായിരിക്കുന്നത്? സംസ്ഥാനത്ത് വേനൽ കടക്കുന്നതോടെ പുറത്തുനിന്നും വൈദ്യുതി വാങ്ങാനുള്ള നീക്കവുമായിട്ടാണ് KSEB മുന്നോട്ട് പോകുന്നത്. ഉത്തർപ്രദേശ്, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും വൈദ്യുതി കൈമാറ്റം ചെയ്യാൻ ധാരണയായിട്ടുണ്ട്. ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും അധിക വൈദ്യുതി വാങ്ങാനുള്ള തീരുമാനത്തിലേക്കുമാണ് KSEB കടക്കുന്നത്. റെഗുലേറ്ററി കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം നൽകിയാൽ മാത്രമേ KSEBക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ വർഷത്തിൽ ഏതാണ്ട് ഏപ്രിൽ മെയ് മാസമായപ്പോഴേക്കും വൈദ്യുതി ഉപയോഗം ഏതാണ്ട് 5397 മെഗാവാട്ട്. ഒരു ദിവസം പ്രതിദിന ചിലവ് എന്ന് പറയുന്നത് 5000-ന് മുകളിലായിരുന്നു. അല്ലെങ്കിൽ വൈദ്യുതിയുടെ ചിലവ്, ഉപഭോഗം എന്ന് പറയുന്നത് 5000-ന് മുകളിലായിരുന്നു. അതേപടി തന്നെ ഈ വർഷം ഏതാണ്ട് മാർച്ചോടുകൂടി പ്രതിദിന വൈദ്യുതിയുടെ ഉപയോഗം 5000-ന് മുകളിൽ എത്തുമെന്നാണ് KSEB വിലയിരുത്തൽ. ഇതുവരെ സംസ്ഥാനം 90 മെഗാ യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ 100 ആവാനായിട്ട് ഇനി ഏതാണ്ട് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാതെ KSEBക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. കഴിഞ്ഞ വർഷത്തെ കരാറുകളൊക്കെ ഇപ്പോൾ റദ്ദാക്കിയിട്ടുണ്ട്. ഈ കരാറുകളൊക്കെ ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഏതാണ്ട് 400 മെഗാവാട്ട് വൈദ്യുതിയായിരുന്നു പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടിരുന്നത്. അത് 500 കൂട്ടേണ്ടി വരുമെന്നൊക്കെ KSEB ചില കാര്യങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജലവൈദ്യുതി ഉൽപ്പാദനത്തിൽ സംസ്ഥാനം കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം പിന്നിലോട്ടാണ് എന്നും KSEB വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നും വൈദ്യുതി വാങ്ങാതെ ഈ വേനൽക്കാലത്ത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് KSEB വൈദ്യുതി വാങ്ങാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ശരി, ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട്ടിൽ നിന്നും ഖനന ഉൽപ്പന്നങ്ങൾ കേരളത്തിലേക്ക് എത്തുന്നതിന് മാസപ്പടി. ഇടുക്കി ജില്ലയിലെ അതിർത്തി ചെക്ക് പോസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. വ്യാജ പാസിലെത്തുന്ന വാഹനങ്ങൾ 1000-ഉം 1500-ഉം മാസപ്പടി നൽകണം. ഉന്നത ഉദ്യോഗസ്ഥ ഒത്താശയോടെയാണ് ജീവനക്കാർ കൈക്കൂലി വാങ്ങുന്നതെന്നാണ് ഉയരുന്ന ആരോപണം. ഖനന നിരോധനമുള്ളതിനാൽ ഇടുക്കി ജില്ലയിലേക്ക് നിർമ്മാണ സാമഗ്രികൾ എത്തുന്നത് തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ നിന്നാണ്. ബോഡിമെട്ട്, കമ്പമെട്ട്, കുമിളി ചെക്ക് പോസ്റ്റുകൾ വഴിയാണ് കല്ലും പാറപ്പൊടിയും ഒക്കെയായി ടോറസ് ലോറികൾ എത്തുന്നത്. ഇടുക്കിയിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് തമിഴ്നാട്ടിൽ നിന്നും പാസ് അനുവദിക്കാത്ത സാഹചര്യമുണ്ട്. പിന്നിൽ തമിഴ്നാട് ലോബിയുടെ ഇടപെടലുണ്ടെന്നാണ് ആരോപണം. വ്യാജ പാസുകൾ ഉപയോഗിച്ച് വാഹനങ്ങൾ തമിഴ്നാട്ടിൽ പോയി നിർമ്മാണ സാമഗ്രികൾ എടുത്തു വരുന്നുണ്ട്. ഇത്തരം വാഹനങ്ങൾക്ക് കേരള അതിർത്തിയിൽ ഉദ്യോഗസ്ഥർ മാസപ്പടി വാങ്ങുന്നതായാണ് ആരോപണം. അതായത് അവിടുന്ന് കല്ലോ മണലോ ആയിട്ട് വരുന്ന ലോറികള് പാസ് ഇല്ലാതെ കയറി വരുന്ന വണ്ടികൾ 1500 രൂപയും, കള്ളപ്പാസുമായിട്ട് കയറി വരുന്ന വണ്ടികൾ 1000 രൂപയും കൊടുത്താൽ കയറി വരുന്ന നമുക്കറിയാൻ കഴിയും. നമുക്ക് അതിനുള്ള വ്യക്തമായ തെളിവുകളുണ്ട്. പക്ഷെ നിയമപരമായിട്ട് അതിനെ അതിജീവിക്കണ്ടേ എന്ന് പറഞ്ഞാൽ, ഇതിനെ പിടിക്കണ്ടേ എന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലാ കളക്ടറും പോലീസുമാണ്. പക്ഷെ ഇടുക്കി ജില്ലാ കളക്ടർ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, തേനിയിലുള്ള ആ വ്യാപാരികളുമായിട്ട് എന്തോ ടൈപ്പ് ഉള്ളതിൻ്റെ നമുക്കറിയാൻ കഴിഞ്ഞത്. പോലീസാണുള്ളത് തന്നെ നിസ്സംഗത പാലിക്കുകയാണ്. ഇവർ ഈ 2 ഡിപ്പാർട്ട്മെന്റാണ് ഇതിന് നടപടി സ്വീകരിക്കേണ്ടത്. ആ 2 ഡിപ്പാർട്ട്മെന്റ് ഇതിനെ നടപടി സ്വീകരിക്കുന്നില്ല. അതാണ് നമുക്കറിയാൻ പറ്റുന്നത്. ഈ തമിഴ് ലോബിയായിട്ട് എന്താണ് ഇവർക്കുള്ള ബന്ധമെന്നാണ് അന്വേഷിക്കേണ്ടത്. ഇടുക്കിയിലെ അനധികൃത ഖനനം വ്യാപകമാകുന്ന സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടം ഖനന പ്രവർത്തനങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് നിർമ്മാണ സാമഗ്രികൾ എത്തിക്കുന്നതിന് വാഹനങ്ങൾക്ക് പാസ് അനുവദിക്കുന്നതിനുള്ള അടിയന്തര ഇടപെടൽ ഉണ്ടാവണമെന്നാണ് ഉയരുന്ന ആവശ്യം. കൂടാതെ ഇടുക്കിയിൽ നിയന്ത്രണ വിധേയമായി ഖനനം നടത്താൻ ഇടപെടൽ ഉണ്ടാകണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ജനം, ഇടുക്കി. നിഖിൽ, അങ്ങനെ നമ്മുടെ പുത്തൻപുലരിയുടെ സമയം കഴിയാറായിരിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ. നമസ്തേ.